Yeah. അപ്പം നമ്മളിനി തേർഡ് ക്വസ്റ്റ്യൻ അല്ലേ? തേർഡ് ക്വസ്റ്റ്യൻ വാ നോക്കാലോ. ഗൈസ് കമോൺ. NL ലിമിറ്റഡ് പറയണ്ടല്ലോ ആരെ കമ്പനിയാണ്. പ്രൊപ്പോസർ ടു മേക്ക് ആൻ ഇഷ്യൂ ഓഫ് 50,000 പ്രിഫറൻസ് ഷെയർസിന്റെ പേര് മാറി, ദാറ്റ്സ് ഇറ്റ്, അത്രേ ഉള്ളൂ. എത്ര 50,000 പ്രിഫറൻസ് ഷെയർ എത്രയുണ്ട്? 100 ആണ്. ഓക്കെ, ഫേസ് വാല്യൂ 100 ആണ്. നേരത്തെ നമ്മൾ ഇത്രയും കണ്ടത് 10 ആണ്. ഇവിടെ എന്താ വളരെ റെയർ ആയിട്ട് കാണാൻ പറ്റുന്ന ഫേസ് വാല്യൂ അല്ലേ? ഓക്കെ, എത്ര 100 റുപ്പീസ് ആണ് എന്ത് വരുന്നത്? ഫേസ് വാല്യൂ വരുന്നത്. ഓൾ കോൾ മണി വാസ് 25 പെർ ഷെയർ ആണ് അല്ലേ? എല്ലാ കോൾ മണി എന്താ ഓരോ ഷെയറിന് 25 വെച്ചിട്ട്, അപ്പം മൊത്തം 100 രൂപയാണ് അല്ലെ? 100 രൂപയുടെ ഷെയർ ഓരോ കോളിലും എത്ര വെച്ചിട്ടാണ് നമ്മൾ വാങ്ങുന്നത്? 25 റുപ്പീസ്. അപ്പൊ 25 അപ്പൊ എത്ര കോൾ ഉണ്ടാവും? 4. അപ്പൊ അപ്ലിക്കേഷൻ അലോട്ട്മെന്റ് ഫസ്റ്റ് സെക്കൻഡ് ആയിരിക്കും അല്ലെ? ഓക്കെ, കമ്പനി മെയ്ഡ് എ കോൾ അപ് ടു ഫസ്റ്റ് കോൾ ആൻഡ് ഓൾ ഷെയർ ഹോൾഡേഴ്സ് മെയ്ഡ് പേയ്മെന്റ് എക്സെപ്റ്റ് മിസ്റ്റർ അവിനാഷ് എന്ന് പറഞ്ഞത്. കമ്പനി എത്ര കോൾ വിളിച്ചു? ഫസ്റ്റ് കോൾ വരെ വിളിച്ചു. അതായത് മൊത്തം സെക്കൻഡ് കോൾ വരെ ഉണ്ട്, ബട്ട് ഫസ്റ്റ് കോൾ വരെ വിളിച്ചിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ തന്നെ എന്ത് സംഭവിച്ചു? എല്ലാ ഷെയർ ഹോൾഡേഴ്സും പേയ്മെന്റ് ചെയ്തിട്ടുണ്ട് എക്സെപ്റ്റ് ആര് എന്നാ പറഞ്ഞത്? മിസ്റ്റർ അവിനാഷ്. അവിനാഷിന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? ഫസ്റ്റ് കോള് പേയ്മെന്റ്. അവിനാഷ് അലോട്ട്മെന്റ് വരെ നല്ല കുട്ടിയായിരുന്നു, പെർഫെക്റ്റ് ആയിരുന്നു. ബട്ട് അവിനാഷിന് എന്ത് സംഭവിച്ചു? ഫസ്റ്റ് കോൾ വിളിച്ചപ്പം, അപ്ലിക്കേഷൻ അലോട്ട്മെന്റ് കഴിഞ്ഞ് ഫസ്റ്റ് കോൾ വിളിച്ചപ്പം ചങ്ങായി പണി പറ്റിച്ച്. ചങ്ങായി എന്ത് ചെയ്ത? ചങ്ങായി 2000 ഷെയർസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു, ബട്ട് അയാള് എത്ര? എല്ലാ ഷെയറിനും 25 ആണ് അല്ലെ? അപ്പം ഫസ്റ്റ് കോളിന് 25 റുപ്പീസ് അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, തരാൻ വേണ്ടി പറ്റുന്നില്ല. ഓക്കെ, ഡയറക്ടർ എന്ത് ചെയ്യാൻ തീരുമാനിച്ചു? ഓക്കെ, നേരത്തെ നമ്മൾ കോൾസിന് അരിയസ് കണ്ടതാണ്, അതേപോലെ തന്നെ ഇവിടെയും സംഭവിച്ച കോൾസിന് അരിയസ്. ബട്ട് നേരത്തെ ആ കോൾസിന് അരിയസ് കുറച്ച് കാലം ചെയ്തപ്പോൾ നമുക്ക് കാലം കഴിഞ്ഞപ്പോൾ എന്തായി? തിരിച്ചു കിട്ടി അല്ലെ? അതിന് നമ്മൾ എന്ത് ചെയ്തു? ഇൻട്രസ്റ്റ് അടക്കം വാങ്ങി. ബട്ട് ഇവിടെ അയാൾ തരൂല എന്ന് ഉറപ്പായത് കാരണം എന്ത് ചെയ്യാൻ തീരുമാനിച്ചു? ഫോർഫീറ്റ്. എന്താ നിങ്ങൾക്ക് അറിയാലോ? ഷെയർ എന്ത് ചെയ്യുക? തിരിച്ചു വാങ്ങാം. ഓക്കെ, അപ്പം ഇപ്പം ആ ഷെയറിന് എത്ര വരെ കോള് വിളിച്ചിട്ടുണ്ട്? 3 കോളേ വിളിച്ചിട്ടുള്ളൂ. അതായത് ആ ഷെയറിന്റെ പൈസ ഇപ്പൊ എത്ര ആയിട്ടുള്ളൂ? 75 വരെ ആയിട്ടുള്ളൂ. അതിൽ 50 അവിനാഷ് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ഷെയറിന്റെ കേസാണ് പറയുന്നത്. 50 വരെ അവിനാഷ് പേയ്മെന്റ് ചെയ്തു. 25 റുപ്പീസ് എന്തായി മാറി? അരിയറായി മാറി. അപ്പൊ എന്ത് ചെയ്യാൻ തീരുമാനിച്ചു? ഫോർഫീറ്റ്, ക്യാൻസൽ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. ഓക്കെ, അപ്പൊ ഇപ്പൊ ആ ഷെയറിന്റെ വാല്യൂ ഇപ്പൊ എത്ര വരെ വിളിച്ചോ അതാണ് ആ ഷെയറിന്റെ ഇപ്പോഴത്തെ വാല്യൂ. അതായത് എത്ര? 75 റുപ്പീസ്. അപ്പം 75 റുപ്പീസ് ആണ് അതിന്റെ ഇപ്പോഴത്തെ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി 25 ആ ഷെയറിനെ മേലെ വിളിക്കണം അത്ര. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പം 75 വാല്യൂണ്ട് ഈ ഷെയർ എന്ത് ചെയ്യാൻ തീരുമാനിച്ചു? തിരിച്ചു വാങ്ങാൻ തീരുമാനിച്ചു. അപ്പൊ നമുക്ക് ഫോർഫീറ്റ് എന്ന റൂൾ അറിയാം. കമ്പനീസ് ആക്ട് പറയാണ്, ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഒരു ഷെയറിന്റെ കേസിൽ 75 വരെ, അതായത് കോള് 75 വരെ കോള് നടന്നെങ്കിലും ആ ഷെയറിന്റെ വാല്യൂ 75 വരെ എത്തിയെങ്കിലും ബട്ട് അതിൽ 50 മാത്രമേ പേയ്മെന്റ് ചെയ്തിട്ടുള്ളൂ. പെയ്ഡ് എത്ര? 50. ബാക്കി 25 എന്താ? അൺപെയ്ഡ് ആണ്. അത് ആ അൺപെയ്ഡ് കാരണമാണ് എന്ത് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത്? ഫോർഫീച്ചർ അല്ലെ? ഫോർഫീച്ചർ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ഷെയർ അയാൾ തിരിച്ചു വാങ്ങാം. അപ്പൊ അയാള് ഷെയർ തിരിച്ചു വാങ്ങുന്ന സമയത്ത് നമുക്കറിയാം അയാൾ തരും ആ ഷെയറിന്റെ വാല്യൂ എത്രയാണോ ആ വാല്യൂ വരെയുള്ള ഫിഗർ എവിടെ കാണിച്ചിട്ടുണ്ടാവും? ഷെയർ ക്യാപിറ്റൽ അല്ലെ? നമ്മൾ ഫസ്റ്റത്തെ അപ്ലിക്കേഷന്റെ കേസിൽ മാത്രമേ പൈസ വരാൻ വേണ്ടി കാത്തു നിൽക്കുന്നുള്ളൂ. ബാക്കി എല്ലാ കേസിലും പൈസ വരുന്നതിന് മുമ്പേ നമ്മൾ ആരെ ക്രെഡിറ്റ് ചെയ്യുന്നുണ്ട്? ഷെയർ ക്യാപിറ്റൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ക്രെഡിറ്റ് ചെയ്യുന്നുണ്ട്. ക്ലിയർ അല്ലേ? അപ്പൊ ഷെയർ ക്യാപിറ്റൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഷെയർ ക്യാപിറ്റലിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. എത്ര വരെ ചെയ്തിട്ടുണ്ടാവും? 75. അതായത് അതിന്റെ ഫേസ് വാല്യൂ എത്ര വരെ ഫേസ് വാല്യൂ കോൾ ചെയ്തോ ആ കോൾ ചെയ്ത വരെയുള്ള വാല്യൂ എവിടെ എത്തിയിട്ടുണ്ടാവും? ഷെയർ ക്യാപിറ്റൽ എത്തിയിട്ടുണ്ടാവും. കാരണം ഇയാളെ നമ്മൾ എന്തായിരുന്നു? ഓണർ ആയിരുന്നു. ബട്ട് ഇപ്പൊ എന്ത് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു? ഫോർഫീറ്റ്. അതായത് ആ ഷെയർ ക്യാൻസൽ ആക്കുക. ക്യാൻസൽ ആക്കുക മീൻസ് ആ ഷെയർ ഇല്ലാതാക്കിയല്ല, അയാളിൽ നിന്ന് തിരിച്ചു വാങ്ങാം. ഓക്കെ, അയാളിൽ നിന്ന് എന്ത് ചെയ്യാൻ തീരുമാനിച്ചു? തിരിച്ചു വാങ്ങാൻ വേണ്ടി തീരുമാനിച്ചു. ഓക്കെ, അപ്പൊ അയാളിനി ഓണർ ആണോ? അല്ല, ഓണർ അല്ല. അപ്പം അയാള് തന്നിട്ടുള്ള മൊത്തം ഫിഗർ ഷെയർ ക്യാപിറ്റലിലേക്ക് പോയി. അപ്പൊ ഓണർ അല്ലാത്ത സ്ഥിതിക്ക് ഈ ഫിഗർ ഇനി ഷെയർ ക്യാപിറ്റലിൽ വെക്കാൻ പാടുണ്ടോ? യെസ്, ഇല്ല. അപ്പം ആ ഷെയർ ക്യാപിറ്റൽ മൊത്തം എന്ത് ചെയ്യണം? ക്യാൻസൽ ചെയ്യണം. അത് നമ്മൾ ഓണറിന്റെ ഫണ്ട് അല്ല. അപ്പൊ ആ ഷെയർ ക്യാപിറ്റലിന് എന്താ? ആ അക്കൗണ്ടിന്, ആ ലാബിലിറ്റി അക്കൗണ്ടിനെ ഫുള്ളി എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അത് നമുക്കറിയാം. ഓക്കെ, ഇനി അടുത്ത പ്രശ്നം, അതിലൊരു കുറച്ച് പോർഷൻ 50 അയാൾ ഓൾറെഡി പെയ്ഡ് ആണ്, 25 മാത്രം എന്ത് ചെയ്തിട്ടുള്ളൂ? അൺപെയ്ഡ് ഉള്ളൂ. പേയ്മെന്റ് ചെയ്താലും ചെയ്തിട്ടില്ലെങ്കിൽ അയാൾ ഇപ്പോൾ ഓണർ അല്ല. അത് തീരുമാനിച്ചു. അതുകൊണ്ട് ഷെയർ ക്യാപിറ്റൽ ആ ഫണ്ടിന് ക്യാൻസൽ ചെയ്യണം. അപ്പൊ ഷെയർ ക്യാപിറ്റലിന് എത്രയാണോ കോൾ ചെയ്ത് ആ 75 മൊത്തം ഡെബിറ്റ് ചെയ്യാൻ തീരുമാനിച്ചു.
ഇനി അതിൽ തന്ന പൈസ തിരിച്ചു കൊടുക്കണോ വേണ്ടിയോ എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ കമ്പനീസ് ആക്ട് പറഞ്ഞു ആ പൈസ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, തിരിച്ചു കൊടുക്കണ്ട. അതിന് പകരം കമ്പനീന്റെ സെപ്പറേറ്റ് എന്തായിട്ട് ട്രീറ്റ് ചെയ്താൽ മതി, പ്രോഫിറ്റ് ആയിട്ട് എന്ത് ചെയ്താൽ മതി, ട്രീറ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഓക്കെ അല്ലേ? അപ്പം ആ ഫണ്ടിനെ ഷെയർ ഫോർ ഫീച്ചർ അക്കൗണ്ട് എന്ന് പറഞ്ഞ സെപ്പറേറ്റ് അക്കൗണ്ടിലേക്ക് അത് ഇൻകം പോലെ എന്ത് ചെയ്യാൻ പറഞ്ഞു, ട്രാൻസ്ഫർ ചെയ്ത് വെക്കാൻ വേണ്ടി പറഞ്ഞു. ഓക്കെ അല്ലേ? അപ്പൊ എത്ര ഫണ്ടാ കിട്ടിയേ? 50. ബാലൻസ് ഉള്ള എമൗണ്ട്, ഏത് കിട്ടാത്ത എമൗണ്ട്, ആ കിട്ടാത്ത എമൗണ്ട് ഇൻകം എന്നല്ലല്ലോ. ഓക്കെ, അപ്പൊ ആ കിട്ടാത്ത എമൗണ്ടിന് പകരം എന്തിനെ ക്രെഡിറ്റ് ചെയ്യും? 25 ക്രെഡിറ്റ് ചെയ്യാൻ ബാക്കിയില്ലേ? ഓക്കെ, അതായത് ഈ പൈസ കിട്ടും എന്ന് വിചാരിച്ചിട്ട്, അതായത് ഫസ്റ്റ് കോളിന്റെ എമൗണ്ട് അല്ലേ ആ എമൗണ്ട്, അല്ലെ? ഫസ്റ്റ് കോളിന്റെ എമൗണ്ട് അല്ലേ ആ എമൗണ്ട്. ഓക്കെ, ആ ഫസ്റ്റ് കോളിന്റെ എമൗണ്ട് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്? ഒരു അസറ്റ് അക്കൗണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ അല്ലേ? ആ അസറ്റ് അക്കൗണ്ട്, ആ പൈസ കിട്ടും എന്ന് വിചാരിച്ചൊരു അസറ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ അസറ്റ് അക്കൗണ്ട് ആണ് എന്ത് ചെയ്യേണ്ടത്? ക്യാൻസൽ ചെയ്യേണ്ടത്. അപ്പം ഇതാണ് നോർമലി ഫോർഫീച്ചറിന്റെ കേസിൽ സംഭവിക്കുന്നത്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? ഈ ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒറ്റ ഷെയർ വെച്ചിട്ടാണ് ഞാൻ ജസ്റ്റ് പറഞ്ഞു പോയത്. നമുക്ക് എന്ത് ചെയ്യാം? ഈ ക്വസ്റ്റ്യന്റെ ഫുള്ളി ജേർണൽ എൻട്രി പാസ് ചെയ്യുന്ന പോലെ നമുക്ക് എന്ത് ചെയ്യാം? റെക്കോർഡ് ചെയ്യാം. ഓക്കെ, അപ്പം എത്ര ഷെയർ അല്ലേ? തേർഡ് ക്വസ്റ്റ്യൻ അല്ലേ? ഓക്കെ, അപ്പൊ 50,000 ഷെയർസ് ആണ്. ഓക്കെ, അപ്പം നമ്മളവിടെ എന്തുണ്ട്? ജേർണൽ എൻട്രി പാസ് ചെയ്യാനാ പറഞ്ഞത്. എന്തിനു വേണ്ടി? ഇഷ്യൂ, ഫോർ ഫീച്ചർ ആൻഡ് റീഇഷ്യൂ. ഓക്കെ, ഇഷ്യൂവിന്റെ എൻട്രി ഇടാൻ പറ്റുന്നുണ്ട്, ഫോർ ഫീച്ചറിന് എൻട്രി ഇടാൻ പറ്റുന്നുണ്ട്, റീഇഷ്യൂവിന്റെ എൻട്രി നമ്മളോട് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? പാസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പം ഫോർ ഫീച്ചർ, അതായത് ഫോർ ഫീച്ചർ ചെയ്യുന്നു. ഇനി നമ്മൾ റീഇഷ്യൂന്റെ കാര്യങ്ങളുണ്ട്, താഴെ പറയുന്നുണ്ട്, നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് നോക്കാം. ഓക്കെ, അപ്പൊ ആദ്യം ഷെയർ എന്ത് ചെയ്യുന്ന എൻട്രി ഇടാം? ഇഷ്യൂ ചെയ്യുന്ന എൻട്രി. ഓക്കെ, അപ്പം ഇപ്പം ക്യാൻസൽ ചെയ്ത ഷെയർ എത്ര? 2000 ഷെയർസ് അല്ലെ? 2000 ഷെയർസ് ആണ് നമ്മളിപ്പോ ക്യാൻസൽ ചെയ്തിട്ടുള്ളത്. ബട്ട് ഇഷ്യൂ പറയുമ്പോൾ മൊത്തത്തിൽ ഷെയർസ് ഉണ്ടായിരുന്നു 50. അപ്പൊ 50,000 കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? നോക്കണം. ഓക്കെ, അപ്പം ആദ്യ അപ്ലിക്കേഷൻ, എല്ലാ ഷെയർസിനും എല്ലാ കോളിലും 25 ആണ് അല്ലെ? അപ്പൊ ആദ്യ അപ്ലിക്കേഷൻ, ബാങ്കിൽ പൈസ വരും അല്ലെ? ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു എന്തിലേക്ക് ആദ്യം മാറ്റും? പ്രിഫറൻസ് ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് അല്ലെ? പ്രിഫറൻസ് ഷെയർ അപ്ലിക്കേഷനിലേക്ക് മാറ്റി വെച്ചു. എത്ര ഉണ്ട്? ഓരോ ഷെയറിനും 25 വെച്ച് അങ്ങനെ എത്ര ഷെയർസ് ഉണ്ട്? മൊത്തം 50,000 ഷെയർസ് ഉണ്ട് അല്ലെ? ഓക്കെ, മൊത്തം 50,000 ഷെയർസ് അല്ലെ? ഓക്കെ, അപ്പൊ 50,000 ഇൻറ്റു 25 വെച്ചിട്ട് ചെയ്തു. അപ്പൊ എത്ര? 12,50,000 ഉണ്ട്. ക്ലിയർ അല്ലേ? 12,50,000. അതിനുശേഷം ഇവർക്ക് എല്ലാവർക്കും അലോട്ട് ചെയ്തു. അതിൽ കുറെ ഷെയർസ് ഒന്നും വന്നിട്ടില്ല. അപ്പൊ എല്ലാവർക്കും അലോട്ട് ചെയ്തു. പ്രത്യേകിച്ച് ക്വസ്റ്റൻ ഒന്നും പറഞ്ഞില്ല. അപ്പൊ നമ്മൾ എന്താ അസ്യൂം ചെയ്യും? ഫുൾ എല്ലാവർക്കും അലോട്ട് ചെയ്തു. അപ്പൊ അപ്ലിക്കേഷനെ ഫുള്ളി എന്ത് ചെയ്തു? ഡെബിറ്റ് ചെയ്തിട്ട് ആ ഫണ്ട് മൊത്തം എവിടത്തേക്ക് പോകേണ്ട ഫണ്ടാ? പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിലേക്ക് പോകേണ്ട ഫണ്ടാണ്. ഓക്കെ അല്ലേ? ഓക്കെ, ആ 12,50,000 എവിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്തു? പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിലേക്ക് നമ്മൾ എന്ത് ചെയ്തു? ട്രാൻസ്ഫർ ചെയ്ത്. ഓക്കെ അല്ലേ? അതിനുശേഷം എന്ത് വിളിക്കും? അലോട്ട്മെന്റ് വിളിക്കും അല്ലെ? അലോട്ട്മെന്റ് ഇനി മുതൽ അങ്ങോട്ടേക്ക് ആദ്യം പൈസ വരാനുണ്ടെന്നും അത് ക്യാപിറ്റലിന്റെ ഫണ്ടാണെന്നും സെക്യൂരിറ്റി പ്രീമിയറിന്റെ അങ്ങോട്ടേക്ക്. ഇവിടെ സെക്യൂരിറ്റി പ്രീമിയം ഇല്ല. ഓക്കെ, അപ്പം പ്രിഫറൻസ് ഷെയറിന്റെ അലോട്ട്മെന്റിന്റെ പൈസ കിട്ടാനുണ്ട്. അലോട്ട്മെന്റിന്റെ പൈസ എന്ത് ചെയ്യാനുണ്ട്? കിട്ടാനുണ്ട്. ഓക്കെ, ടു അതെന്തിലേക്ക് ട്രാൻസ്ഫർ ആവേണ്ട ഫണ്ടാ? പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിലേക്ക്. ഓക്കെ, അതും എത്ര തന്നെയായിരിക്കും? 25 into 50,000, 12,50,000, 12,50,000. ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. ഓക്കെ, അതിനുശേഷം ഈ ഫണ്ട് മൊത്തം കിട്ടുന്നില്ല. അലോട്ട്മെന്റിലും പ്രശ്നമില്ല, ഫസ്റ്റ് കോളിലാണ് പ്രശ്നം വന്നത് അല്ലെ? ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു എന്ത് വരും? പ്രിഫറൻസ് ഷെയർ അലോട്ട്മെന്റ് അല്ലെ? അലോട്ട്മെന്റിൽ കിട്ടാനുണ്ടെന്ന് കാണിച്ച അസറ്റ് ഇപ്പൊ ബാങ്ക് ത്രൂ കിട്ടിയത്ര 12,50,000, 12,50,000. ക്ലിയർ അല്ലേ? അത് ഓക്കെ അല്ലേ? ഓക്കെ, ഓക്കെ, നെക്സ്റ്റ് ഫസ്റ്റ് കോൾ. വിളിക്കുമ്പോഴും പ്രശ്നമില്ല, പൈസ വരുമ്പോൾ മാത്രമേ പ്രശ്നമുള്ളൂ. ഓക്കെ, ഫസ്റ്റ് കോൾ വിളിക്കലാണ്. അപ്പോൾ പ്രിഫറൻസ് ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് അല്ലെ? പ്രിഫറൻസ് ഷെയറിന്റെ ഫസ്റ്റ് കോൾ അക്കൗണ്ടിന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡെബിറ്റ് ചെയ്യുന്നു. ടു ആ ഫണ്ടും എവിടത്തേക്ക് പോകേണ്ടതാ? പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിലേക്ക് പോകേണ്ട ഫണ്ടാണ് അല്ലെ? എത്ര തന്നെ? അതും 12,50,000 ആയിരിക്കും. എമൗണ്ടുകളിൽ യാതൊരു വ്യത്യാസവും ഇല്ല, കാരണം എല്ലാ കോളിലും ഈക്വൽ 25 വെച്ചിട്ടായതുകൊണ്ട്. ഓക്കെ, ഇനി അടുത്തതാണ് പ്രശ്നം. ഈ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിൽ എവിടെയാണ് പ്രശ്നം വന്ന? ആര്? അവിനാഷ് 2000 ഷെയർ ഹോൾഡ് ചെയ്തിട്ടുള്ള അവിനാഷ് എന്ത് തന്നില്ല? പൈസ തന്നില്ല. ഓക്കെ, അപ്പൊ അവിനാഷ് എത്ര തരണമായിരുന്നു ഇവിടെ? 2000. ഒരു ഷെയറിന് എത്ര വെച്ചിട്ടാ ഫസ്റ്റ് കോളിൽ കിട്ടണ്ടേ? 25 വെച്ചിട്ടാണ് ഫസ്റ്റ് കോളിൽ കിട്ടേണ്ടത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് 25 into 2000 എത്ര വരും?
50,000 അല്ലെ, 50,000 റുപ്പീസ് ആയത് കിട്ടില്ല, അവിനാഷിന്റെ കിട്ടില്ല. ഓക്കെ, അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കിൽ 12,50,000 കിട്ടാനുള്ള 12,50,000 ഏത് ഈ 50,000 എന്തായി കിട്ടുന്നില്ല, അത് എന്തായി പോകുന്നുണ്ട്, അരിയർ ആയിട്ട് പോകുന്നുണ്ട്. അങ്ങനെ ബാലൻസ് എത്രയേ ബാങ്കിൽ കിട്ടുള്ളൂ, 12 lakh മാത്രമേ അവിടെ കിട്ടുള്ളൂ, ബാങ്കിൽ കിട്ടുള്ളൂ. ഓക്കെ അല്ലേ? ഓക്കെ, 12,50,000 ബാങ്ക് 50 കുറച്ചാൽ ബാക്കി 12 lakh കിട്ടുള്ളൂ. അപ്പൊ നമുക്കറിയാം ബാങ്ക് അല്ലെ, ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ, ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു എന്തിന്റെ ഫണ്ടാ, പ്രിഫറൻസ് ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് അല്ലെ, ഫസ്റ്റ് കോൾ അക്കൗണ്ടിന്റെ ഫണ്ടാണ്. അപ്പൊ നമ്മൾ ചെയ്തത്, നമുക്ക് ഇവിടെ രണ്ട് ഓപ്ഷൻ ഉണ്ട് അല്ലെ, നേരത്തെ നമ്മൾ പറഞ്ഞു. അതായത് നോർമലി എന്താ ചെയ്യാം, കിട്ടാത്ത പൈസ, അതായത് ഈ പൈസ ഒക്കെ കിട്ടാനുണ്ട് എന്ന് പറഞ്ഞിട്ട് കാണിച്ച പൈസയാണ്. അതിലിപ്പം 12 lakh ഇപ്പൊ നമുക്ക് ബാങ്ക് ത്രൂ കിട്ടും, അത് എവിടെ നിന്ന് കുറക്കണം, പ്രിഫറൻസ് ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് എന്ത് ചെയ്യും, കുറച്ചാണ്. ഇനി പ്രിഫറൻസ് ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ടിൽ ഒരു എമൗണ്ടും കൂടി ബാക്കിയില്ല, ഏത് 50,000. ആ നേരത്തെ ചെയ്തെന്താ, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിനും ക്രെഡിറ്റ് ചെയ്യും. എന്നിട്ട് ആ 50,000 ബാങ്കിൽ വരാത്തത് കാരണം പുതിയൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യും, എന്ത്, കോൾസിൻ ഐഡിയർ എന്ന് പറഞ്ഞ അക്കൗണ്ട് ഓപ്പൺ ചെയ്യും. ഓക്കെ, അപ്പൊ എന്താ സംഭവിക്കുന്നത്, 12,50,000 എന്ന് പറഞ്ഞ എമൗണ്ട് ഈ അക്കൗണ്ടിൽ നിന്ന് മാറ്റിയിട്ട് അതിൽ 12 lakh നമുക്ക് എവിടെ കിട്ടി, ബാങ്കിൽ കിട്ടിയിട്ട് ബാക്കിയുള്ളത് പുതിയൊരു അക്കൗണ്ടിലേക്ക് മാറ്റി വെച്ചു, ഏത്, കോൾസിൻ ഐഡിയസ്. അപ്പൊ നമ്മൾ ഒന്ന് അക്കൗണ്ടൻസിന്റെ സിമ്പിൾ കൺസെപ്റ്റിൽ ഒന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഈ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അല്ല, പ്രിഫറൻസ് ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് എന്ന് പറയുന്നതും ഒരു അസറ്റ് ആണ്, കിട്ടാനുള്ള പൈസ. അതിൽ ഒരു 12 lakh കിട്ടിയത് കൊണ്ട് ആ അസറ്റ് നമ്മൾ കുറച്ച്. ഓക്കെ, ബട്ട് ഈ അസറ്റിനെ കിട്ടാതെ 50,000 കുറച്ചിട്ട് പകരം പുതിയൊരു അസറ്റ് ക്രിയേറ്റ് ചെയ്തു, കോൾസിൻ ഐഡിയർ എന്ന് പറഞ്ഞാൽ പുതിയൊരു അസറ്റ് അക്കൗണ്ട്, കിട്ടാനുള്ള പൈസ. അതന്നെ സംഭവം. ഈ രണ്ട് അക്കൗണ്ടിന്റെ നാച്ചുറൽ കിട്ടാനുള്ള പൈസ എന്നാണ്. അപ്പം നമുക്ക് നോർമലി നമുക്ക് ഈ കാര്യത്തിനെ രണ്ട് രീതിയിൽ ട്രീറ്റ് ചെയ്യാം. ഒരു രീതിയാണ് ഇപ്പം ആ ഫുൾ ഫണ്ടും പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അല്ലെ ഫസ്റ്റ് കോൾ അക്കൗണ്ടിൽ നിന്ന് ഫുൾ ക്യാൻസൽ ആക്കിയിട്ട് കിട്ടാത്ത പൈസ ഫുൾ എവിടത്തേക്ക് മാറ്റാം, കോൾസിന്. അല്ലെങ്കിൽ നമുക്ക് കോൾസിൻ ഐഡിയസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാതെ നമുക്ക് എൻട്രി ഇടാൻ വേണ്ടി പറ്റും. ഓക്കെ, എന്ത്, ജസ്റ്റ് സിംപിളി ഇപ്പം കിട്ടുന്ന പൈസ മാത്രം ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു എന്ത് മാത്രം, പ്രിഫറൻസ് ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് എന്ന് പറഞ്ഞ അക്കൗണ്ടിൽ ഏത് എമൗണ്ട് മാത്രം കാണിക്കുക, കിട്ടിയ എമൗണ്ട് മാത്രം കാണിക്കുക. എന്നുള്ള വ്യത്യാസം എന്തെന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ രണ്ട് കേസും തമ്മിൽ ഡിഫറൻസ് എന്താ? ഓക്കെ, ഈ കേസിൽ എന്ന് പറയുമ്പോൾ പ്രിഫറൻസ് ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഈ അസറ്റ് അക്കൗണ്ട് ഫുള്ളി എന്തായി, ക്യാൻസൽ ആയി. എന്നിട്ട് ബാങ്ക് എന്ന് പറഞ്ഞാൽ പുതിയ അസറ്റും വന്നു, കോൾസിൻ ഐഡിയസ് എന്ന് പറഞ്ഞാൽ മറ്റൊരു അസറ്റാണ് വന്നത്. ബട്ട് ഇങ്ങനെയാണ് നമ്മൾ ഇതിന് പകരം ഇങ്ങനെയാണ് എൻട്രി പാസ് ചെയ്യുന്നതെങ്കിൽ എന്താ ഡിഫറൻസ്, പ്രിഫറൻസ് ഷെയർ ഫസ്റ്റ് കോൾ എന്ന് പറഞ്ഞ അസറ്റ് എന്താവുന്നുണ്ട്, ഫുള്ളി ക്യാൻസൽ ആവുന്നില്ല, കൊറിയൽ മാത്രമേ ചെയ്യുന്നു. എത്ര, 12 lakh കുറയുന്നു. അതിന് പകരമായിട്ട് എന്ത് വരുന്നു, 12 lakhന്റെ ബാങ്ക് എന്ന് പറഞ്ഞ പുതിയ അസറ്റ് വരുന്നുണ്ട്. ബട്ട് സ്റ്റിൽ 50,000 എന്ന് പറഞ്ഞ എമൗണ്ട് ഏതിന്റെ അകത്ത് ഇപ്പോഴും ഉണ്ട്, ഈ പ്രിഫറൻസ് ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് ഇപ്പോഴും ഡെബിറ്റിൽ അവിടെ ബാക്കി ഉണ്ടായില്ലേ, കാരണം ഡെബിറ്റിന്ന് 12,50,000 ക്രെഡിറ്റ് എത്രയേ നടന്നിട്ടുള്ളൂ, 12 lakh. അപ്പൊ പ്രിഫറൻസ് ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് എന്ന് പറഞ്ഞ അസറ്റിൽ ഇപ്പോഴും എത്ര ബാക്കി ഉണ്ടാവും, 50. അപ്പൊ സ്റ്റിൽ അസറ്റ് തന്നെയല്ലേ, നമുക്കൊരു അസറ്റ് വേണം, കിട്ടാനുള്ള പൈസ എന്ന രീതിയിൽ കാണണം. അത് നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്, നമുക്ക് കോൾസിൻ ഐഡിയസ് എന്ന അക്കൗണ്ടിലേക്ക് മാറ്റി വെക്കും. അതിന്റെ ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും, ഓക്കെ ഇത്ര പൈസ കോൾസിൻ ഐഡിയസിൽ ഉണ്ട് എന്നുള്ളത് നമുക്ക് സ്പെഷ്യൽ ആയിട്ട് തിരിയാൻ വേണ്ടിട്ട് അങ്ങനെ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ തീരുമാനിച്ചു. ഓക്കെ, നമുക്ക് ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, ട്രീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ആ ഡിഫറൻസ് മനസ്സിലല്ലേ. എന്തിനാ ഇതിവിടെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഓക്കെ ഞാൻ നേരത്തെ നമ്മള് ഫോർഫീഷൻ എൻഡ് ഇടുന്ന സമയത്ത് കിട്ടാത്ത പൈസന്റെ കേസ് പറഞ്ഞല്ലോ. ഓക്കെ, അതായത് കിട്ടാത്തതിന്റെ കേസ്. ഓക്കെ, അത് ഞാൻ അവിടെ ഒരു ഇൻകംപ്ലീറ്റ് വഴി നിർത്തിയിട്ടാണ് തേർഡ് ക്വസ്റ്റ്യൻ നമുക്കിനി ആദ്യം മുതലേ ചെയ്ത് നോക്കാന്ന് പറഞ്ഞിട്ട് വന്നത്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാര്യം പറഞ്ഞിട്ട് അത് റീസ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം ആ ഒറ്റ കേസിൽ തന്നെ പറയാണ്, ഇപ്പം ഷെയർ ക്യാൻസൽ ചെയ്യുന്ന സമയത്ത്, ഓക്കെ കാര്യം മനസ്സിലാവുന്നില്ല, ഞാൻ ജസ്റ്റ് ഫോർ ഫീച്ചറിന്റെ കേസ് ഒന്നുകൂടി പറയാണ്. ഷെയർ ഒറ്റൊരു ഷെയറിനെ വെച്ച് തന്നെയാണ് പറയുന്നത്. ഷെയർ ക്യാൻസൽ ചെയ്യാൻ തീരുമാനിക്കുക, തിരിച്ചു വാങ്ങാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അയാളെ എത്ര പൈസ ഷെയർ ക്യാപിറ്റലിലേക്ക് വിളിച്ചോ ആ പൈസ മൊത്തം ക്യാൻസൽ ചെയ്യണം നമ്മൾ പറഞ്ഞു, ഏത് 75. 2, അതിൽ കിട്ടിയ പൈസ പകരം ഷെയർ ഫോർ ഫീച്ചർ എന്ന് പറഞ്ഞ പുതിയൊരു ഇൻകം അക്കൗണ്ടിലേക്ക് മാറ്റി വെച്ചോ എന്നും കൂടി പറഞ്ഞു, കമ്പനീസ് ആക്ട് പറഞ്ഞു. ഇനി കിട്ടാത്ത പൈസ അല്ലെ, കിട്ടാത്ത പൈസന്റെ പകരം ഒരു അസറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം രണ്ട് സിറ്റുവേഷൻ സംഭവിക്കാം. അസറ്റ് ഒന്നിക്കൽ ആ അസറ്റിന്റെ പേര് എന്തായിരിക്കാം, കോൾസിൻ ഐഡിയസ്. ആ കോൾസിൻ ഐഡിയസ് ഉപയോഗിക്കണമെങ്കിൽ ആദ്യമേ എന്ത് അക്കൗണ്ട് ഓപ്പൺ ആയിട്ട് ഉണ്ടാവണം, കോൾസിൻ ഐഡിയസ് അക്കൗണ്ട് ഓപ്പൺ ആയിട്ട് ഉണ്ടാവണം.
ഓക്കെ അല്ലേ? അപ്പൊ അല്ല ആ കാര്യം മനസ്സിലായില്ലേ? അതായത് നമ്മൾ കിട്ടാത്ത പൈസ ഒന്നിക്ക് ആദ്യമേ പൈസ കിട്ടാനുണ്ട് എന്നിട്ട് ഈ അക്കൗണ്ടിൽ കാണിച്ചിട്ടുണ്ട്. ഈ എൻട്രി പാസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവര് കിട്ടിയ പൈസയും കിട്ടാത്ത പൈസയൊക്കെ പ്രിഫറൻസ് ഷെയർ ഫസ്റ്റ് കോൾ എന്ന അക്കൗണ്ടിൽ നിന്ന് ക്യാൻസൽ ആക്കിയിട്ട് അതിൽ കിട്ടാതെ ഏത് അക്കൗണ്ടിലേക്ക് മാറ്റി വെച്ചു? ക്വസ്റ്റ്യൻ അരിയസിലേക്ക് മാറ്റി വെച്ചു. ഓക്കെ. ഇനി സെക്കൻഡ് കേസിന് ആൾക്കാർ കിട്ടിയ പൈസ മാത്രമേ എവിടുന്ന് കുറക്കുന്നുള്ളൂ? ഫസ്റ്റ് കോൾ അക്കൗണ്ടിൽ നിന്ന് കുറക്കുന്നുള്ളൂ. ബാക്കിയുള്ള പൈസ ഇപ്പോഴും എവിടെ ഉണ്ട്? ഫസ്റ്റ് കോൾ. അപ്പം ഈ കേസിലാണെങ്കിൽ ഒന്നാമത്തെ കേസിലാണെങ്കിൽ ഇപ്പോഴത്തെ പുതിയ അസറ്റ് അക്കൗണ്ട് ഏതാ? അസറ്റ് അക്കൗണ്ടിന്റെ പേരെന്താ? കോൾസിൻ ഏരിയ അല്ലെ? കിട്ടാത്ത പൈസ മൊത്തം ഏത് അക്കൗണ്ടിൽ ഉണ്ടാവുക? കോൾസിൻ ഏരിയസ് എന്ന അക്കൗണ്ടിൽ ഉണ്ടാവുക. ഓക്കെ. സെക്കൻഡ് കേസ് ആണെങ്കിൽ കിട്ടാത്ത പൈസക്ക് ഏത് അക്കൗണ്ടിൽ തന്നെ ഇപ്പോഴും ഉണ്ടാവും? പ്രിഫറൻസ് ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ടിൽ തന്നെ ഉണ്ടാവും. അപ്പം ഇവിടെ ഈ കേസ് ആണെങ്കിൽ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിനെ മൊത്തം നമ്മൾ എന്ത് ചെയ്തു? ഡെബിറ്റ് ചെയ്തു. അതിൽ കിട്ടിയ പൈസ എത്ര? 50 നമ്മൾ എന്ത് ചെയ്തു? ഷെയർ ഫോർഫീച്ചറിലേക്കും. ഇനി ബാക്കിയുള്ള അക്കൗണ്ട് കിട്ടും എന്ന് വിചാരിച്ചിട്ടാണല്ലോ എൻട്രി ഇട്ടേ. ആ കിട്ടും എന്ന് വിചാരിച്ച ഒരു അസറ്റ് ഇല്ലേ? ആ അസറ്റിന് കിട്ടൂല എന്ന് ഉറപ്പായില്ലേ? അയാൾ തിരിച്ചു വാങ്ങിയില്ലേ? അപ്പൊ ആ അസറ്റ് എന്ത് ചെയ്യണം? ക്യാൻസൽ ചെയ്യണം. അപ്പൊ ഫസ്റ്റ് മെത്തേഡ് ആണെങ്കിൽ ആ കിട്ടാത്ത പൈസക്ക് ഏതിനുണ്ടാവുക? കോൾസിൻ അരിയേഴ്സ് എന്ന് പറഞ്ഞ അസറ്റിനാണ്. അപ്പം ഇവിടെ ആരാ വരിക? കോൾസിൻ അരിയേഴ്സ് എന്ന് പറഞ്ഞ അസറ്റിൽ ആ പൈസ കിട്ടും എന്ന് വിചാരിച്ച് 25 നമ്മൾ കാണിച്ചിട്ടുണ്ടാവും. അതിന് കിട്ടൂലല്ലോ. അപ്പൊ കോൾസിൻ അരിയേഴ്സ് ആണ് കാണിക്കണ്ടേ. സെക്കൻഡ് കേസ് ആണെങ്കിൽ അവിടെ എന്താ സംഭവിക്കുക? കോൾസിൻ അരിയേഴ്സ് എന്ന് പറഞ്ഞ അക്കൗണ്ട് അല്ല ഉള്ളത്. പകരം ആ പൈസ ഇപ്പോഴും ഏതിന്റെ അകത്താ ഉള്ളത്? പ്രിഫറൻസ് ഷെയർ ഫസ്റ്റ്. അപ്പൊ ആ അങ്ങനത്തെ ഒരു എൻട്രി പാസ് ചെയ്ത ആൾക്കാരാണെങ്കിൽ എന്താ സംഭവിക്കുക? പ്രിഫറൻസ് ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ടിലാണ് ആരുണ്ടാവുക? 25 റുപ്പീസ് ഉണ്ടാവുക. ക്ലിയർ അല്ലേ? ആ കാര്യം മനസ്സിലായില്ലേ? അപ്പം ഇങ്ങനെ രണ്ട് രീതിയിൽ ഫോർഫീച്ചറിന് എൻട്രി വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പം ഇതെങ്ങനെ മനസ്സിലാക്കുന്നതാ? നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ ഇഷ്യൂ മുതലേ ഉള്ള എൻട്രി ആരാ പാസ് ചെയ്യുന്നത്? നമ്മളാ പാസ് ചെയ്യുന്നത് അല്ലെ? ഇഷ്യൂവും ഫോർഫീച്ചർ എല്ലാ എൻട്രിയും നമ്മളാ പാസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ എങ്ങനെയാണോ ഈ എൻട്രി ഇടുന്നത് അതിനനുസരിച്ചായിരിക്കും ഈ എൻട്രി വരാം. നമ്മൾ കോൾസിൻ അരിയേഴ്സ് അക്കൗണ്ട് ഓപ്പൺ ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ആര് വരും? നമ്മൾ ഓപ്പൺ ആക്കുന്നില്ല എന്നാണെങ്കിൽ ഇവിടെ ആരാ വരാം? പ്രിഫറൻസ് ഷെയർ ഫസ്റ്റ് കോൾ വരാം. ബട്ട് ഡയറക്റ്റ് ഒരു ഫോർഫീച്ചറിന്റെ ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നതെങ്കിൽ, അതായത് ഇഷ്യൂവിന്റെ എൻട്രി നമ്മളോട് ഇടാൻ വേണ്ടി പറയുന്നില്ല, അതായത് നിങ്ങളടുത്ത് ഇടാൻ വേണ്ടി പറയുന്നില്ല, നിങ്ങളോട് ഡയറക്റ്റ്ലി എന്തിന്റെ എൻട്രി ഇടാനാ പറയുന്നത്? ഫോർഫീച്ചറിന്റെ എൻട്രി ആണ് പാസ് ചെയ്യാൻ പറഞ്ഞതെങ്കിൽ ആ ആദ്യത്തെ എൻട്രിയിൽ കോൾസിൻ അരിയേഴ്സ് ഓപ്പൺ ആക്കിയോ ഇല്ലയോ എന്നുള്ളത് എന്തായിരിക്കും? ക്വസ്റ്റ്യൻ സൈലന്റ് ആയിരിക്കും. അപ്പൊ അവിടുത്തെ അസംഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്ത് ഓപ്പൺ ആക്കിയിട്ടില്ല? കോൾസിൻ അരിയേഴ്സ് അക്കൗണ്ട് ഓപ്പൺ ആക്കിയിട്ടില്ല. അപ്പൊ ഇവിടെ ആര് വരും? പ്രിഫറൻസ് ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് എന്ന് പറഞ്ഞ അക്കൗണ്ട് ആയിരിക്കും ഇവിടെ വരാം. കാര്യം മനസ്സിലായില്ലേ? ഓക്കെ. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളാണ് ആദ്യം മുതലേ എൻട്രി പാസ് ചെയ്തത്. നമ്മൾ എന്ത് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നു? ഫോർഫീച്ചർ അല്ല കോൾസിൻ അരിയേഴ്സ് അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പം ഇപ്പൊ ഒരു കേസിന്റെ കേസിലാണ് പറഞ്ഞാൽ നമ്മൾ മൊത്തം ഷെയർസിന്റെ കേസിന് നോക്കണം. അപ്പൊ ക്ലിയർ അല്ലേ? ഓക്കെ. നമുക്ക് എന്ത് ചെയ്യാം? അപ്പം ഇയാള് ഫസ്റ്റ് കോൾ തരാത്തത് കാരണം ഫോർഫീച്ചറിലേക്ക് ഒരു ഷെയറിന് 25 ആണ്. അങ്ങനെ 25ന്റെ ടോട്ടൽ 2000 ഷെയർസ് ഉണ്ട്. അങ്ങനെ ടോട്ടൽ എത്ര? 50,000 റുപ്പീസ് എവിടെ പോയിട്ടുണ്ട്? കോൾസിൻ അരിയേഴ്സിലേക്ക് പോയിട്ടുണ്ട്. ഓക്കെ. ഇതിൽ ഒരു 25നെ പറ്റിയിട്ടാണ് നമ്മൾ ഇപ്പൊ നേരത്തെ ഡിസ്കസ് ചെയ്തത്. ക്ലിയർ അല്ലേ? യാ. അപ്പം ഇനി നമ്മൾ എന്ത് ചെയ്യാം? ഫോർഫീറ്റ് ചെയ്യാൻ പോവാണെങ്കിൽ അയാളെ എല്ലാ ഷെയർസിന്റെയും എത്ര എമൗണ്ട് ഷെയർ ക്യാപിറ്റലിലേക്ക് ക്രെഡിറ്റ് ആയിട്ടുണ്ട് അത് മൊത്തം ഡെബിറ്റ് ചെയ്യണം. എത്ര? അതായത് അയാളെ മൊത്തം ഷെയർസ് 2000 ആണ്. അങ്ങനെ 2000 എത്ര പേരെ ഇപ്പം പോയി? ഒരു ഷെയറിന് 75 വെച്ചിട്ട് വരെ അവിടെ എത്തി. എത്ര പേരെ കോൾ വിളിച്ചോ അത്ര എമൗണ്ട്, എത്ര കോൾ വിളിച്ചോ ആ കോൾ വിളിച്ചതിൽ എത്ര ഫേസ് വാല്യൂ ഉണ്ടോ സെക്യൂരിറ്റി പ്രീമിയം അത് എവിടെ പോകില്ല? ഷെയർ ക്യാപിറ്റലിലേക്ക് പോകില്ല. പക്ഷെ ഇവിടെ സെക്യൂരിറ്റി പ്രീമിയം ഇല്ലാത്തതുകൊണ്ട് അതിനെപ്പറ്റി ടെൻഷൻ അടിക്കണ്ട. അപ്പൊ 2075 വരെ വിളിച്ചു. ആ 75 മൊത്തം ഫേസ് വാല്യൂ ആണ്. അതിൽ എന്തില്ല? സെക്യൂരിറ്റി പ്രീമിയം ഇല്ല. അപ്പൊ ഷെയർ ക്യാപിറ്റലിലേക്ക് മൊത്തം ഫേസ് വാല്യൂ ആയിട്ട് 75 വെച്ചിട്ട് പോയിട്ടുണ്ട്. അപ്പൊ എത്ര പോയിട്ടുണ്ട്? 1,50,000 പോയിട്ടുണ്ട്. ക്ലിയർ അല്ലേ? 1,50,000 പോയിട്ടുണ്ട്. 2 അതിൽ കിട്ടിയ പൈസ എവിടത്തേക്ക് മാറ്റണം? ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ടിലേക്ക് മാറ്റണം. കിട്ടിയ പൈസ എവിടത്തേക്ക് മാറ്റണം? ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ടിലേക്ക് മാറ്റണം. ഓക്കെ. കിട്ടിയെന്ന് പറഞ്ഞാൽ എത്ര? 2000 into എത്ര വെച്ചിട്ടാ കിട്ടിയേ? 50 വെച്ചിട്ട് നമുക്ക് എന്തായിട്ടുണ്ട്? കിട്ടിയിട്ടുണ്ട്. അതായത് എത്ര? 1,00,000 റുപ്പീസ് എന്തായിട്ടുണ്ട്? കിട്ടിയിട്ടുണ്ട്. ക്ലിയർ അല്ലേ? ബാക്കിയുള്ള പൈസ ഇപ്പോൾ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഏത് അക്കൗണ്ടിലാണ് കാണിച്ചത്? കോൾസിൻ അരിയേഴ്സിലാണ് കാണിച്ചത്. അതുകൊണ്ട് ഇവിടെ ആരെ ക്യാൻസൽ? ഇനി ആ കോൾസിൻ അരിയേഴ്സ് ഒന്നും കിട്ടാൻ പോകുന്നില്ല. അപ്പൊ ആ 50,000 കൂടി എന്ത് ചെയ്യുക? ക്യാൻസൽ ചെയ്യുക. അപ്പൊ 1,50,000 കിട്ടിയ പൈസ മൊത്തം ഇവിടത്തേക്കും, കിട്ടാത്ത പൈസ ഏതിലേക്ക് ഡെബിറ്റ് ആയിട്ട് ഉണ്ടായിരുന്നു? കോൾസിൻ അരിയേഴ്സിൽ ഡെബിറ്റ് ആയിട്ട് ഉണ്ടായിരുന്നു. അതിപ്പോ ക്രെഡിറ്റ് ചെയ്തിട്ട് അതും കൂടി എന്താക്കി? ക്യാൻസൽ ആക്കി. അപ്പൊ ഏത് എൻട്രി കംപ്ലീറ്റ് ആയി? ഫോർഫീച്ചറിന്റെ എൻട്രി കംപ്ലീറ്റ് ആയി. ക്ലിയർ അല്ലേ? ഫോർഫീച്ചർ കംപ്ലീറ്റ് ആയി. ഓക്കെ. നെക്സ്റ്റ്. ഓക്കെ. നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താ? ഫോർഫീച്ചർ ചെയ്താൽ മാത്രം. ഇപ്പൊ അയാളുടെ അടുത്ത് തിരിച്ചു വാങ്ങി, പക്ഷെ കമ്പനിക്ക് ഇതിപ്പം ഷെയർ തിരിച്ചു വന്നു. ഈ ഷെയർ ആർക്കും കൊടുത്തല്ലേ പറ്റൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? കമ്പനി ഒറ്റയടിക്ക്
ഏതെങ്കിലും പുതിയൊരു ഷെയർ ഹോൾഡറിനെ കണ്ടുപിടിച്ചിട്ട് ഒറ്റയടിക്ക് എന്ത് ചെയ്യും, ഈ ഷെയർ ഒറ്റയടിക്ക് ആർക്ക് കൊടുക്കുക, പുതിയ ഷെയർ ഹോൾഡർ കൊടുക്കുകയാണ് ചെയ്യാം. ഓക്കെ, അപ്പം ഇപ്പൊ അതിന്റെ വാല്യൂ എത്ര, 75. 25 വിളിക്കണം എത്ര. അപ്പൊ ഇപ്പൊ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് 75 റുപ്പീസിന്റെ വാല്യൂ വരുന്ന ഷെയർ ആയിട്ടാണ് ആർക്ക് കിട്ടുക, പുതിയ ഷെയർ ഹോൾഡർക്ക് കിട്ടുക. ഓക്കെ, ബാക്കിയുള്ള 25, ഇനി ബാക്കിയുള്ള അതായത് ബാലൻസ് ഉള്ള ഈ 50,000 ഈ 2,000 ഒഴിവാക്കിയ ബാക്കി 48,000 ആൾക്കാരില്ലേ, അവരടുത്ത് ഇനി എത്ര വിളിക്കാൻ കൂടി ബാക്കിയുണ്ട്, 25 കൂടി വിളിക്കാൻ ബാക്കിയില്ലേ, അത് എപ്പോഴാണോ വിളിക്കുക അന്നേരം തന്നെയാണ് ഈ പുതിയ ആളടുത്ത് നിന്നും കൂടി എന്ത് വാങ്ങുക, ഈ 25 റുപ്പീസ് വാങ്ങാം. അപ്പം ഇപ്പം പുതിയ ആളടുത്ത് ഒറ്റയടിക്ക് എത്ര റുപ്പീസാ വാങ്ങാം, 75 റുപ്പീസ് വാങ്ങാം. അത് വേണമെങ്കിൽ നമുക്ക് സാധാരണ ചെയ്യുന്ന ആ 75 റുപ്പീസിനപ്പുറം എന്ത് സംഭവിക്കാം, പ്രീമിയത്തിന് കൊടുക്കാം. ഇനി വേണമെങ്കിൽ ഇതിപ്പോ ഓൾറെഡി ഒരാളുടെ ക്യാൻസൽ ചെയ്തിട്ടൊക്കെ വരുന്ന ഷെയർ ആയതുകൊണ്ട് വേണമെങ്കിൽ കമ്പനിക്ക് ഇത് എന്തിനും കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, ഡിസ്കൗണ്ടിന് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഡിസ്കൗണ്ടിൽ എത്ര വരെ, ഫുൾ ഡിസ്കൗണ്ടിനൊന്നും കൊടുക്കാൻ പറ്റില്ല. ഈ ഷെയർ ഇപ്പൊ ഫോർഫീറ്റ് ആയപ്പം നിങ്ങൾക്ക് അല്ലെ, ഫോർഫീറ്റ് സംഭവിച്ചപ്പം നിങ്ങൾക്കൊരു പ്രോഫിറ്റ് കിട്ടിയില്ലേ, ഒരു ലാഭം കിട്ടിയില്ലേ. ഓക്കെ, ഒരു ഷെയറിന് എത്ര ലാഭം കിട്ടിയിട്ടുണ്ട്, അയാൾ ഒരു ഷെയറിന്റെ മേലെ 50 റുപ്പീസ് വരെ തന്നിട്ടില്ലേ, ആ 50 റുപ്പീസ് ഈ ഫോർഫീറ്റിന്റെ അക്കൗണ്ടിലേക്ക് പോയിട്ടില്ലേ. അപ്പൊ ഈ ഷെയറിന്റെ മേലെ 50 റുപ്പീസ് നിങ്ങൾക്ക് എന്തുണ്ട്, പ്രോഫിറ്റ് ഉണ്ട്. അപ്പം ആ 50 റുപ്പീസ് വരെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തായിട്ട് പ്രൊവൈഡ് ചെയ്യാം ഡിസ്കൗണ്ട്. അതായത് ഈ 75 റുപ്പീസിൽ നിന്ന് മാക്സിമം നിങ്ങൾക്ക് എത്ര വരെ ഡിസ്കൗണ്ട് കുറക്കാം, 50 വരെ കുറച്ചിട്ട് എത്രേന് വരെ നിങ്ങൾക്ക് ഇഷ്യൂ ചെയ്യാം. വേണമെങ്കിൽ മാക്സിമം 25 റുപ്പീസ് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതായത് 50 വരെ ഡിസ്കൗണ്ട് കൊടുത്തിട്ട് 25 വേണമെങ്കിൽ അത് എന്ത് ചെയ്യാം, ഇഷ്യൂ ചെയ്യാം. നിർബന്ധമൊന്നുമില്ല, കമ്പനീസിന് ഇഷ്ടമാണ്. മാക്സിമം അതായത് മാക്സിമം എമൗണ്ട് എത്ര കുറയാൻ പാടുള്ളൂ, 25 കുറയാം, അതിന്റെ അപ്പുറം കുറയാൻ പാടില്ല. കാരണം നിങ്ങൾക്ക് കിട്ടിയ ഒരു ഷെയറിന് മേലെ കിട്ടിയ പ്രോഫിറ്റ് എത്രയേ ഉള്ളൂ, 50 ഉള്ളൂ. ഓക്കെ, അപ്പം 25-നാണ് അയാൾക്ക് കൊടുത്തതെങ്കിലും അയാൾക്ക് ഈ ഷെയറിന്റെ വാല്യൂ എത്ര ആയിട്ട് കിട്ടുക, 75 റുപ്പീസിന്റെ ഷെയർ പോലെയാണ് അയാൾക്ക് കിട്ടുക. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് 85 കൊടുക്കാം. 85 കൊടുത്തു കഴിഞ്ഞാലും 75 മാത്രമേ ആ ഷെയറിന്റെ വാല്യൂ ഉള്ളൂ. ആ എക്സ്ട്രാ കിട്ടിയ 10 എവിടത്തേക്കും പോകണം, സെക്യൂരിറ്റീസ് പ്രീമിയത്തിലേക്ക് പോകണം. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ റീഇഷ്യൂ ചെയ്യുന്നുണ്ട്. റീഇഷ്യൂ ചെയ്യുന്ന സമയത്ത് മിസ്റ്റർ ഷോർട്ട് അല്ലെ, ഷോർട്ട് എന്ന് പറഞ്ഞ പുതിയ ആൾക്ക് എത്രയാണ് കൊടുത്തത്, 75. അതായത് 10 റുപ്പീസ് ആണ് എന്ത് കൊടുത്തത് അല്ലെ, അതിന്റെ വാല്യൂ 75 ആണ്, അതിന് 65 കൊടുത്തത്. അപ്പൊ 10 റുപ്പീസ് എന്ത് പോയി, ഡിസ്കൗണ്ട് പോയി. ഓക്കെ, 50 വരെ കൊടുക്കാമായിരുന്നു, പക്ഷെ എത്ര ഡിസ്കൗണ്ട് കൊടുത്തിട്ടുള്ളൂ, 10 കൊടുത്തിട്ടുള്ളൂ. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പം റീഇഷ്യൂലേക്ക് പോവാണെങ്കിൽ അയാളുടെ അടുത്ത് നിന്ന് എത്ര, ഇപ്പൊ ഇവിടെ ആപ്ലിക്കേഷൻ അല്ലാതെ അങ്ങനെ ഒറ്റയടിക്ക് ആ പൈസയും വാങ്ങുക, ഇനി ബാക്കിയുള്ളത് എല്ലാവരുടെ അടുത്തും വിളിക്കുമ്പോൾ 25 വിളിക്കുക ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പൊ ഒറ്റയടിക്ക് അയാളുടെ അടുത്ത് ബാങ്ക്, ഓക്കെ, അയാളുടെ അടുത്ത് ബാങ്കിൽ നിന്ന് ഒറ്റയടിക്ക് പൈസ വന്നു. ഓക്കെ, ഈ പൈസ ഇതിൽ നമുക്ക് ഡൗട്ടോ കാര്യങ്ങളോ ഡയറക്റ്റ്ലി ഇത് എന്തിലെ ഫണ്ടാന്ന് നമുക്കറിയാം, ഷെയർ ക്യാപിറ്റൽ. അപ്പൊ ബാങ്കിലേക്ക് എത്ര വരും, 65 റുപ്പീസ് വരും. അങ്ങനെ എത്ര ഷെയർസ് ഉണ്ട്, 2000 ഷെയർസ് അല്ലെ. മൊത്തം എത്ര ഷെയർസ് ക്യാൻസൽ ആക്കിന്, 2000 ക്യാൻസൽ ആക്കി എത്ര തന്നെ റീഇഷ്യൂ ചെയ്യുന്നുണ്ട്. ആ മൊത്തം ക്യാൻസൽ ആയത് മൊത്തം എന്ത് ചെയ്യുന്നുണ്ട്, റീഇഷ്യൂ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ മൊത്തം റീഇഷ്യൂ ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരിക്കും അല്ലെ. ഓക്കെ, അപ്പൊ 2000, അപ്പൊ എത്ര വരും, 2000 into 65 വെച്ചിട്ട് എത്ര റുപ്പീസ് വരും, 1,30,000 റുപ്പീസ് ബാങ്കിൽ വരും. എവിടത്തേക്ക് പോകണം, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിലേക്ക് പോകണം. ബട്ട് നിങ്ങൾ എത്രയാണ് ഇഷ്യൂ ചെയ്തത്, ഇപ്പൊ കൂടുതൽ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ പറഞ്ഞു കൂടുതൽ കിട്ടുന്ന പൈസ എവിടത്തേക്കാണ് പോവുക, സെക്യൂരിറ്റീസ് പ്രീമിയത്തിലേക്കാണ് പോവുക. ഇനി കുറവ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാലും നിങ്ങൾ ആ ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞ എമൗണ്ടിലേക്ക് അതിന്റെ ഏത് ഫിഗർ തന്നെ പോകണം, ഫേസ് വാല്യൂ. ഇപ്പൊ അതിന്റെ ഫേസ് വാല്യൂ എത്രയാ, 75 റുപ്പീസ് ഉള്ള ഫേസ് വാല്യൂ ഉള്ള. അപ്പൊ 75 റുപ്പീസ് തന്നെ എവിടത്തേക്ക് പോകണം, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിലേക്ക് പോകണം. ഓക്കെ, അതായത് 1,50,000 തന്നെ എവിടത്തേക്ക് പോകണം, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിലേക്ക് പോകണം. അപ്പൊ ഇവിടെ ഡിഫറൻസ് വന്നില്ല, ഡെബിറ്റും ക്രെഡിറ്റും അല്ലെ, എത്ര 20. ആ ഡിസ്കൗണ്ട് കൊടുത്ത 10 റുപ്പീസിന്റെ പ്രശ്നം വന്നില്ലേ, ആ ഡിസ്കൗണ്ട് നിങ്ങൾ എവിടെ നിന്ന് എടുക്കണം, നിങ്ങൾ ഈ ഷെയർ ക്യാൻസൽ ആക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ലാഭം കിട്ടിയില്ലേ, 1,00,000 ഷെയർ ഫോർ ഫീച്ചറിൽ അക്കൗണ്ടിൽ ഇല്ലേ, ആ ഷെയർ ഫോർ ഫീച്ചർ അക്കൗണ്ട് എന്നാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ആ നഷ്ടം. അപ്പൊ ഇങ്ങനെ ഒരു ഇൻകം വന്നിട്ടുണ്ടായിരുന്നു, ആ ഇൻകത്തെ നിങ്ങൾ ഉപയോഗിക്കണം. അപ്പൊ ഏത് അക്കൗണ്ടിലാണ് ആ നഷ്ടം കാണിക്കാം, ഷെയർ ഫോർ ഫീച്ചർ എന്ന അക്കൗണ്ടിലാണ് ആ എക്സ്പെൻസ് എന്ത് ചെയ്യേണ്ടത്, കാണിക്കേണ്ടത്. എത്ര, 20,000. ക്ലിയർ അല്ലേ? അപ്പൊ എന്ത് കംപ്ലീറ്റ് ആയി, ഷെയർ ഫോർ ഫീച്ചർ കംപ്ലീറ്റ് ആയി. ഓക്കെ അല്ല, ഷെയർ റീഇഷ്യൂ കംപ്ലീറ്റ് ആയി. പക്ഷെ റീഇഷ്യൂ കംപ്ലീറ്റ് ആയാലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഈ ഷെയർ, ഈ റീഇഷ്യൂ എത്ര ഷെയർസ് ആണ് നടന്നത്, 2000 ഷെയർസ് ആണ് നടന്നത് അല്ലെ. ഓക്കെ, അതായത് ഫോർഫീറ്റ് ചെയ്ത് എത്ര, 2000, റീഇഷ്യൂ എത്ര ഷെയർ തന്നെ ചെയ്തു, 2000 ഷെയർസ് തന്നെ ചെയ്തു. ഈ ഷെയർ ഫോർഫീറ്റ് ചെയ്തത് കാരണം നിങ്ങൾക്ക് 1,00,000 റുപ്പീസ് എന്ത് വന്നിട്ടുണ്ടായിരുന്നു, ഒരു പ്രോഫിറ്റ് വന്നിട്ടുണ്ടായിരുന്നു അല്ലെ. റീഇഷ്യൂ ചെയ്യുമ്പോൾ 20,000 റുപ്പീസ് എന്ത് വന്നു, നിങ്ങൾക്ക് ഒരു ലോസ് വന്നിട്ട്. അപ്പൊ നെറ്റ് ഇനി ആ അക്കൗണ്ടിൽ എത്ര ബാക്കിയുണ്ട്, 80,000 ബാക്കിയുണ്ട്.
അപ്പോൾ ഒരു ഷെയർ ഫോർഫീറ്റ് ചെയ്യുമ്പോൾ ആ ഫോർഫീറ്റ് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ലാഭം പ്രോഫിറ്റ് ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ടിലേക്കും അത് റീഇഷ്യൂ ചെയ്യുമ്പോൾ ആ റീഇഷ്യൂവിന് എന്തെങ്കിലും നഷ്ടം വരുന്നുണ്ടെങ്കിൽ അതും ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യും യൂസ് ചെയ്യും. ഈ രണ്ട് പ്രോസസ്സും കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഒരു ഷെയറിന്റെ ഇഷ്യൂവും റീഇഷ്യൂവും കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ എന്നിട്ട് ആ ഷെയറിന് ബാക്കി വരുന്ന പ്രോഫിറ്റ് ഉണ്ടല്ലോ ആ പ്രോഫിറ്റ് നമ്മൾ ഇവിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യണം ക്യാപിറ്റൽ റിസർവിലേക്ക്. ഫോർഫീച്ചർ അക്കൗണ്ടിലല്ല ഈ ഫണ്ട് മൊത്തമുള്ള ഈ ഫോർഫീച്ചർ അക്കൗണ്ടിൽ നിന്ന് എവിടത്തേക്ക് മാറ്റണം, അതായത് ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ടിൽ നിന്ന് അത് എവിടത്തേക്ക് മാറ്റണം, ക്യാപിറ്റൽ റിസർവ് എന്ന അക്കൗണ്ടിലേക്ക് അത് എന്ത് ചെയ്തു വെക്കണം, ട്രാൻസ്ഫർ ചെയ്യണം. അതായത് ഒരു ഷെയറിന്റെ പോയിന്റ് ഓഫ് വ്യൂ പറയുകയാണെങ്കിൽ ഒരു ഷെയർ ക്യാൻസൽ ആയപ്പോൾ നിങ്ങൾക്ക് എത്ര ലാഭം കിട്ടി, 50 rupees വെച്ചിട്ട് ലാഭം കിട്ടി. ആ ഷെയർ റീഇഷ്യൂ ചെയ്തപ്പോൾ നിങ്ങൾക്ക് 10 rupees ഒരു ഷെയറിന് എന്ത് വരുന്നത് നഷ്ടം വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഷെയറിന് കിട്ടിയ നെറ്റ് ലാഭത്തില 40. ഇത് ഏത് അക്കൗണ്ടിലുണ്ട്, ഫോർഫീച്ചർ അക്കൗണ്ടിലുണ്ട്. ആ 40 ഇപ്പൊ എവിടത്തേക്ക് മാറ്റണം, ക്യാപിറ്റൽ റിസർവിലേക്ക് എന്ത് ചെയ്യണം, ട്രാൻസ്ഫർ. അങ്ങനത്തെ എത്ര ഷെയർസ് ഉണ്ട്, ഇഷ്യൂവും റീഇഷ്യൂവും കംപ്ലീറ്റ് ആയതിന്റെ കേസിൽ മാത്രം. ഓക്കെ, അപ്പൊ 40 into എത്ര ഷെയർസ് ഉണ്ടായിരുന്നു, 2000 ഷെയർസ് ഉണ്ടായിരുന്നു. അങ്ങനെ എത്ര 80,000 അവിടെ ബാക്കിയുണ്ട്. അത് ഷെയർ ഈ എൻട്രിയും കൂടി പാസ് ചെയ്യണം. ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ട് ഡെപ്റ്റർ ടു എന്തെന്ന് വരും, അത് എവിടത്തേക്ക് മാറ്റണം, ക്യാപിറ്റൽ റിസർവിലേക്ക് ആ 80,000 എന്ത് ചെയ്യണം, ട്രാൻസ്ഫർ ചെയ്യണം. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു ഷെയറിന് ഫോർഫീച്ചറും റീഇഷ്യൂ കംപ്ലീറ്റ് ആയാൽ മാത്രമേ ആ ഷെയറിന്റെ ബാക്കിയുള്ള പൈസ എവിടത്തേക്ക് മാറ്റണ്ടു, ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ഓക്കെ, അങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഡിഫറൻസ് ഇവിടെ മനസ്സിലാവും. വാട്ട് വിൽ ബി ദ ചേഞ്ച് ഇഫ് ഡയറക്ടർ റീഇഷ്യൂഡ് ഓൺലി 1500 ഷെയർസ്. അതായത് ഡയറക്ടർ എത്ര ഷെയർ റീഇഷ്യൂ ചെയ്യുന്നുള്ളൂ, 1500 മാത്രം. അതായത് റീഇഷ്യൂ ചെയ്യുന്ന എമൗണ്ട് എത്ര തന്നെ, 65 തന്നെ. ഓക്കെ, അപ്പൊ പുതിയ ഷെയർ അതായത് ഈ ഷെയർ റീഇഷ്യൂ ചെയ്യുന്നുണ്ട് ആർക്ക്, ഷോർട്ടിന്. ഓക്കെ, അപ്പൊ ഷോർട്ടിന് എത്ര എണ്ണേ കൊടുക്കുന്നുള്ളൂ, വെറും 1500 കൊടുക്കുന്നുള്ളൂ. എത്ര ഫുള്ളി റീഇഷ്യൂ ചെയ്ത് 2000 1500 ആര് വാങ്ങിയിട്ടുള്ളൂ ഷോർട്ട്. അപ്പം ബാങ്കിലേക്ക് ഷോർട്ട് എത്ര പൈസ തരും, 1500 എത്ര വെച്ചിട്ട് തരും, 65 വെച്ചിട്ട് തരും. ഓക്കെ, 1500 65 വെച്ചിട്ട് ആര് തരും, ഷോർട്ട് തരും. ഓക്കെ, എത്ര 97,500. ഓക്കെ, അത് എവിടത്തേക്ക് പോകണം, പ്രിഫറൻസ് ഷെയർ ക്യാപ്. പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിലേക്ക് എത്ര തന്നെ പോകണം, 1500 into എത്ര വെച്ചിട്ട് തന്നെ പോകണം, 1500 into എത്ര വെച്ചിട്ട് തന്നെ പോകണം, 75. അതിന്റെ ഇപ്പോഴത്തെ ഫേസ് വാല്യൂ എത്രയാണ് അത് വെച്ചിട്ട് തന്നെ പോകണം. അപ്പൊ എത്ര ട്രാൻസ്ഫർ ആവണം, 1,12,500 തന്നെ എവിടത്തേക്ക് പോകണം, ക്യാപിറ്റലിലേക്ക് പോകണം. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ അവിടെ എത്ര ഷോർട്ട് വന്നു, ഒരു 15,000 എന്തുണ്ട്, ഷോർട്ട് ഇല്ലേ, അത് ഏത് അക്കൗണ്ട് ഉപയോഗിക്കണം, ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ട് എന്ത് ചെയ്യണം, ഉപയോഗിക്കണം. ഓക്കെ, 15,000 ഉപയോഗിക്കണം. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം, റീഇഷ്യൂ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ എവിടത്തേക്ക് മാറ്റണം, ക്യാപിറ്റൽ റിസർവിലേക്ക് മാറ്റണം. ഓക്കെ, അപ്പൊ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് ഫോർഫീച്ചർ ഞാൻ നേരത്തെ പറഞ്ഞ 2000 ഷെയർസിനാണ് സംഭവിച്ചത്. അത് കാരണം നിങ്ങൾക്ക് മൊത്തം എത്ര കിട്ടി, 1 lakh എന്ത് കിട്ടി, പ്രോഫിറ്റ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ റീഇഷ്യൂ എത്ര ഷെയർ സംഭവിച്ചുള്ളൂ, 1500 ഷെയർസ് സംഭവിച്ചുള്ളൂ. അത് കാരണം നിങ്ങൾക്ക് നഷ്ടത്തിലാണ് വന്നേ, 15,000 ആണ് എന്ത് വന്നേ, നഷ്ടം വന്നിട്ടുള്ളത് അല്ലേ. ഓക്കെ, നിങ്ങൾക്ക് അത് കാരണം വന്ന ലോസ് എത്ര, 15,000. അങ്ങനെ നോക്കുകയാണെങ്കിൽ നെറ്റ് ഫോർഫീച്ചർ അക്കൗണ്ടിലെ ബാലൻസ് നോക്കുന്ന സമയത്ത് 1 lakh 50,000 കുറച്ച് കഴിഞ്ഞാൽ അവിടെ ഇനി എത്ര ബാക്കിയുണ്ട്, 85,000 ബാലൻസ് ഉണ്ട്. അത് മൊത്തം എവിടത്തേക്ക് മാറ്റാൻ വേണ്ടി പാടില്ല, ക്യാപിറ്റൽ റിസർവിലേക്ക് മാറ്റാൻ പാടില്ല. കാരണം എന്താ, ഇതിലൊരു 500 ഷെയർസിന്റെ എന്ത് കംപ്ലീറ്റ് ആയിട്ടില്ല, റീഇഷ്യൂ കംപ്ലീറ്റ് ആയിട്ടില്ല. ഓക്കെ, 500 ഷെയർസിന്റെ റീഇഷ്യൂ കംപ്ലീറ്റ് ആയിട്ടില്ല. ആ റീഇഷ്യൂ കംപ്ലീറ്റ് ആവാത്തതിന്റെ ലാഭം എവിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പാടില്ല, ഈ ബാക്കിയുള്ള 85,000 ആരെ ലാഭം കൂടിയുണ്ട്, ഈ 500 ഷെയർസ് അല്ലെ. ഒരു ഷെയറിന് എത്ര വെച്ച് ലാഭം കിട്ടിയായിരുന്നു, 500 into ഒരു ഷെയറിന് നിങ്ങൾക്ക് 50 rupees വെച്ച് ലാഭം കിട്ടിയിട്ടില്ലേ. ഓക്കെ അല്ലെ, 50 rupees വെച്ച് നിങ്ങൾക്ക് എന്ത് കിട്ടി, ലാഭം കിട്ടി. അതായത് 25,000 rupees ലാഭം കിട്ടി. ഇനി നാളെ ഈ ഷെയർ നിങ്ങൾ എന്ത് ചെയ്യും, റീഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഈ 25,000 എന്നാണ് നിങ്ങൾ എന്ത് കുറയണ്ടേ, ഈ നാളെ ഈ 500 റീഇഷ്യൂ ചെയ്യുമ്പോൾ അതിൽ എന്തെങ്കിലും ഡിസ്കൗണ്ട് ഉണ്ടെങ്കിൽ അത് ഇവിടുന്ന് കുറയണം. ഓക്കെ, ഇതിന്റെ ഡിസ്കൗണ്ട്, ഈ 500 ഷെയർസിന്റെ ഡിസ്കൗണ്ട് ഇപ്പോഴും ഇന്ന് കുറഞ്ഞിട്ടില്ല. കാരണം എന്താ, ഇത് റീഇഷ്യൂ ചെയ്തിട്ടില്ല, ചെയ്യണത്രേ. ഓക്കെ, അപ്പൊ ഈ 85,000 ആരെ മാറ്റി വെക്കണം, ഈ 85,000 25,000 ഈ 500 പോർഷൻ ആണ്, അത് മാറ്റി വെക്കാം. ഓക്കെ, ബാക്കിയുള്ള 60,000 മാത്രമേ ഇവിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ, ക്യാപിറ്റൽ റിസർവിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. ഫോർഫീച്ചറിൽ ഏത് ബാലൻസ് ഉണ്ടാവണം, ഫോർഫീച്ചറിൽ 25,000 അവിടെ ബാലൻസ് വേണം. അല്ലെങ്കിൽ സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷെയർ
ഫോർഫീറ്റ് ചെയ്തപ്പോൾ 50 നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടി, അത് റീഇഷ്യൂ ചെയ്തപ്പം നിങ്ങൾക്ക് എത്ര 10 ലോസ് വന്നു, അങ്ങനെ നെറ്റ് ലാഭം എത്ര 40. ഇത് എത്ര ഷെയർസിനെ ഇത് സംഭവിച്ചിട്ടുള്ളൂ? 1500 സംഭവിച്ചിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ 40 × 1500 എത്ര? 60,000. ആ 60,000 മാത്രമേ ക്യാപിറ്റൽ റിസർവിലേക്ക് മാറ്റാൻ പാടുള്ളൂ. ഇത് ഈ രീതിയിൽ സിംപ്ലി കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ബട്ട് അതിന്റെ കൺസെപ്റ്റ് ആണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കൈസെങ്കിൽ ക്യാപിറ്റൽ റിസർവിലേക്ക്, അതായത് ഫോർഫീച്ചർ ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ടിൽ നിന്ന് എത്ര ഡെബിറ്റ് ആവാൻ പാടുള്ളൂ? 60,000 ഡെബിറ്റ് ആവാൻ പാടുള്ളൂ. ക്യാപിറ്റൽ റിസർവിലേക്ക് ക്രെഡിറ്റ് ചെയ്ത് വെക്കുക അല്ലേ? ഓക്കെ, ബാക്കിയുള്ള 25,000 ഏത് അക്കൗണ്ടിൽ ഉണ്ടാവും? ഈ ഫോർഫീച്ചർ അക്കൗണ്ടിൽ അവിടെ ബാലൻസ് ആയിട്ട് ഉണ്ടാവും. നാളെ ഈ 500 റീഇഷ്യൂ ചെയ്യും. പിന്നീട് എപ്പോഴാണോ ചെയ്യുന്നത്, ഇപ്പൊ ക്വസ്റ്റ്യനിൽ പറയുന്നില്ല, പിന്നീട് എപ്പോഴാണോ ചെയ്യുന്നത്, അങ്ങനെ അന്നേരം നമ്മൾ എന്ത് ചെയ്യും? അതിന് വരുന്ന നഷ്ടം ഡിസ്കൗണ്ട് കുറച്ചിട്ട് ബാക്കിയുള്ള പൈസ എവിടത്തേക്ക് മാറ്റും? ക്യാപിറ്റൽ റിസർവിലേക്ക് മാറ്റും. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ, ഇതാണ് നിങ്ങൾ ഈ ചോദ്യം സോൾവ് ചെയ്യുന്നതിന് പുറമെ ഈ കൺസെപ്റ്റുകൾ കൃത്യമായിട്ട് എന്ത് ചെയ്ത് വെക്കണം, മനസ്സിലാക്കി വെക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാലും യു ക്യാൻ സിംപ്ലി സോൾവ് ഇറ്റ്. ഓക്കെ, സോ നിങ്ങൾ ഇപ്പം ഈ ക്വസ്റ്റ്യൻസ് വെറുതെ സോൾവ് ചെയ്തേക്ക്, ഇതേ ടൈപ്പ് സാധനങ്ങൾ ക്വസ്റ്റ്യൻസ് പാറ്റേണും കുറച്ച് കാര്യങ്ങളൊക്കെ ചേഞ്ച് ആയിരുന്നുള്ളൂ, അതായത് രീതികൾ മാറ്റിയെന്നുള്ളൂ. ഓക്കെ, ഈ കൺസെപ്റ്റ് ഒക്കെ നിങ്ങൾ ഓൾറെഡി കേട്ട് പേജിലുള്ളതൊക്കെ ആയിരിക്കും. അപ്പൊ കൃത്യമായിട്ട് അത് എന്ത് ചെയ്യാം, മനസ്സിലാക്കാം. അപ്പം ഫോർത്തിലേക്ക് പോവാം. ഓക്കെ, യെസ്, ഫോർത്തിന്റെ കേസ് നോക്കുകയാണെങ്കിൽ ഫൈക്കലോ NL ലിമിറ്റഡ് 30,000 ഇക്വിറ്റി ഷെയർ ഓഫ് 10 ഈസ് പേയബിൾ അറ്റ് 2 per share ഓൺ അപ്ലിക്കേഷൻ, 5 per share ഇൻക്ലൂഡിങ് ആരുണ്ട്, പ്രീമിയം ഉണ്ട്, ഓൺ അലോട്ട്മെന്റ് ഫസ്റ്റ് 1 rupees ഓൺ ഫസ്റ്റ് കോൾ, 4 rupees ഓൺ ഫൈനൽ കോൾ എന്ന് പറഞ്ഞത്. അപ്പം പ്രീമിയം 2 അടക്കം 10 rupeesന് ഷെയർ, അപ്പൊ എത്രയായിരിക്കും ഇഷ്യൂ ചെയ്യുന്നുണ്ടാവുക? 12 rupeesനായിരിക്കും. ഓക്കെ, അത് 2, 5, 1, 4 എന്നുള്ള ഫോർമാറ്റ് 4 കോളാണ്. 4 കോളിൽ നമ്മൾ പല രീതിയിലുള്ള ഡിഫറെന്റ് എമൗണ്ടുകളിൽ ത്രൂ ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്, കളക്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ, അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് all the shares were subscribed. Money due on all shares was fully received. എല്ലാ ഷെയറിന്റെയും മണി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, എക്സെപ്റ്റ് ഫ്രം കർണൻ. ഓക്കെ, കർണൻ, നെപ്പോളിയൻ, ഭഗത് സിംഗ്, ഇവർ 3 പേരുമാണ് അല്ലേ? ഓക്കെ, അതൊക്കെ വിട്ടെ. ഓക്കെ, അപ്പം കർണൻ അല്ലേ, ബാക്കി എല്ലാ ഷെയർസിന്റെയും പൈസ കിട്ടിയിട്ടുണ്ടെന്നാ പറയണേ. ബട്ട് ഒരാളെ കാര്യം പറയാണ്, ആര്? കർണൻ. എത്ര ഷെയർ ഉണ്ട്? 500 ഷെയർ ഹോൾഡ് ചെയ്യുന്ന കർണൻ who failed to pay allotment and both കോൾമെന്റ്. ചുരുക്കത്തിൽ പറഞ്ഞ അപ്ലിക്കേഷൻ മണി മാത്രമേ തന്നിട്ടുള്ളൂ. അലോട്ട്മെന്റും ഫസ്റ്റ് കോളും സെക്കൻഡ് കോളും ഒന്നും ആരും തന്നിട്ടില്ല. കാരണം തന്നിട്ടില്ല, വെറുതെ അല്ല തോറ്റുവേ. നെക്സ്റ്റ് ആരാ? നെപ്പോളിയൻ. 750 ഷെയർസ് ഉണ്ട്. ഓന് ഫെയിൽഡ് ടു പേ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ്. ഓ കോൾ അലോട്ട്മെന്റാണ് തന്നത്, ഫസ്റ്റും സെക്കൻഡും മാത്രം തന്നിട്ടില്ല. ഓൻ കുറച്ചും കൂടി മാന്യന. ഭഗത്. ഓക്കെ, ഭഗത്തോ 1500 ഷെയർ ഒക്കെ ഉണ്ട്. ഓക്കെ, അല്ല സോറി, 1000 ഷെയർസ് ഉണ്ട്. ബട്ട് ഹു ഫെയിൽഡ് ടു പേ ദി ഫൈനൽ കോൾ. ഓൻ കുറച്ചും കൂടി മാന്യന, ഫൈനൽ കോൾ മാത്രമേ തരാനുള്ളൂ. ഓക്കെ, അപ്പം ഈ ഓക്കെ ഗൈസ്, അപ്പം ഒരു ചെറിയൊരു പ്രശ്നമുണ്ട് ഇവിടെ. അല്ല, 2250 കേട്ടോ. ഓക്കെ, അത് നിങ്ങൾക്ക് തന്നെ PDF ചേഞ്ച് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പം മൊത്തത്തിൽ ഇവരെല്ലാവരുടെ ഷെയർസും കൂടി എത്രയുണ്ട്? ഓക്കെ, 2250 ഷെയർസിന് അത് എന്ത് ചെയ്യാൻ തീരുമാനിച്ചു? ഫോർഫീറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. ഓക്കെ, അതിൽ 1500 ഷെയർസ് എന്ത് ചെയ്യുന്നുണ്ട്? റീഇഷ്യൂ ചെയ്യുന്നുണ്ട്. എത്രയാണ്? 2 രൂപ ഡിസ്കൗണ്ട് ഒക്കെ കൊടുത്തിട്ടാണ് റീഇഷ്യൂ ചെയ്യുന്നത്. നിങ്ങളോട് എന്തിന്റെ എൻട്രി മാത്രം? ഇഷ്യൂവിന്റെ എൻട്രി ഒന്നും വേണ്ട, ഫോർഫീച്ചർ അതേപോലെ റീഇഷ്യൂ മാത്രമാണ്. ഓക്കെ, നമുക്ക് അപ്പം ഈ 2250 തിരിച്ച് വാങ്ങിയിട്ട് അത് വേറൊരാൾക്ക് എന്ത് ചെയ്യണം? റീഇഷ്യൂ ചെയ്യണം. ഓക്കെ, അതാണ് ഇവിടുത്തെ പരിപാടി. അപ്പം നമ്മൾ ആദ്യം അറിയണ്ടേ, അപ്പൊ നമുക്ക് ഫോർഫീച്ചർ ചെയ്യുന്ന സമയത്ത് ഫോർഫീച്ചറിൽ എന്താ നടക്കാൻ പോകുന്നത്, ആ കഥ എന്താ വാട്ട്സ് ഹാപ്പനിങ് ഇൻ ഫോർഫീച്ചർ. ഓക്കെ, അതായത് എത്ര വരെ കോള് വിളിച്ചോ ആ കോള് വിളിച്ച എമൗണ്ട് ഒക്കെ ഇവിടെ പോയിട്ടുണ്ടാവും, ഷെയർ ക്യാപിറ്റലിലേക്ക് പോയിട്ടുണ്ടാവും. ഓക്കെ, ആ ഷെയർ ക്യാപിറ്റലിലേക്ക് പോയ ഫണ്ട് മൊത്തം എന്ത് ചെയ്യണം? ക്യാൻസൽ ചെയ്യണം. അതിൽ കിട്ടിയ പൈസ ഫോർഫീച്ചറിലേക്കും, കിട്ടാത്ത പൈസ ഏത് അസറ്റ് അക്കൗണ്ട് ആണോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത്, ഓക്കെ, കോൾസിന്റെ അരിയസ് ആവാം,
അല്ലെ ഫസ്റ്റ് കോൾ എന്നാവാം, സെക്കൻഡ് കോൾ എന്നാവാം, അലോട്ട്മെന്റ് എന്നാവാം, ഏതാണോ കറസ്പോണ്ടിങ് ആയിട്ടുള്ള അസറ്റ് അക്കൗണ്ട് അതും കൂടി എന്ത് ചെയ്യണം, ക്യാൻസൽ ചെയ്യണം. അതാണ് നടക്കേണ്ടത്. ഓക്കെ, ഇപ്പൊ ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ കർണന്റെ കേസിൽ നോക്കുകയാണെങ്കിൽ അല്ലെ, കർണന്റെ കേസിൽ എത്ര ഷെയർ ആയിരുന്നു? 500 ഷെയർസ് അല്ലേ? കർണന്റെ കേസിൽ 500 ഷെയർസ് ആണ്. കർണന്റെ കേസിൽ എന്താ സംഭവിച്ചത്? കർണൻ ആകെ തന്നത് അപ്ലിക്കേഷൻ മാത്രം, അലോട്ട്മെന്റ് തന്നിട്ടില്ല, അതുപോലെ വേറൊരു കോളും ആരും തന്നിട്ടില്ല, കർണൻ തന്നിട്ടില്ല. അപ്പൊ കർണന്റെ കേസിൽ നോക്കുകയാണെങ്കിൽ ഓക്കെ, അതായത് കർണന്റെ കേസിൽ 500 ഷെയറിൽ അതായത് മൊത്തം 12 രൂപ തരാനുള്ളത് അല്ലേ? 12 രൂപ എന്ന് പറഞ്ഞാൽ അതിൽ ഷെയർ ക്യാപിറ്റൽ 10ഉം 2 എന്താ സെക്യൂരിറ്റീസ് പേയ്മെന്റ്, 2 എന്താ സെക്യൂരിറ്റീസ് പേയ്മെന്റ്. ഇതില് എങ്ങനെയൊക്കെ ഉള്ള 2 രൂപ അപ്ലിക്കേഷനിൽ കിട്ടും അല്ലെ? 2 രൂപ ഇത് കിട്ടും, അപ്ലിക്കേഷനിൽ കിട്ടും. ഓക്കെ, 2 രൂപ 2 രൂപ 2 രൂപ 2 രൂപ അപ്ലിക്കേഷനിൽ കിട്ടും. 5 അലോട്ട്മെന്റിൽ ഉണ്ടെങ്കിലും അതിൽ 2 സെക്യൂരിറ്റി പ്രീമിയം മാറ്റി കഴിഞ്ഞാൽ 3 രൂപയാണ് എന്തിൽ കിട്ടുക, 3 രൂപ അലോട്ട്മെന്റിൽ കിട്ടും. ഓക്കെ അല്ലേ? പിന്നെ ബാക്കി എത്ര ഉണ്ട്? 1 രൂപ ഫസ്റ്റ് കോളിലും 4 രൂപ ഫൈനൽ കോളിലാണ് കിട്ടേണ്ടത്. ഓക്കെ, 1 രൂപ ഫസ്റ്റിലും 4 രൂപ ഫൈനലിലുമാണ്, അതായത് സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ അല്ലെ, സെക്കൻഡ് എന്നും പറയാം. ഇതിനാണ് നമുക്ക് കിട്ടേണ്ടത് അല്ലെ? ഇങ്ങനെയായിരുന്നു സംഭവിക്കേണ്ടത്. ഓക്കെ, ഈ 2 രൂപ എപ്പോഴും കിട്ടും, അലോട്ട്മെന്റ് സമയത്തും കിട്ടും. ഓക്കെ, ബട്ട് ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചങ്ങായി ഏത് പൈസ മാത്രമേ തന്നിട്ടുള്ളൂ, ഈ അപ്ലിക്കേഷന്റെ പൈസ മാത്രമേ തന്നിട്ടുള്ളൂ. ബാക്കിയുള്ള ഈ പൈസ ഒന്നും എന്തായിട്ടില്ല, തന്നിട്ടില്ല. ഓക്കെ, ഏത് പൈസയും തന്നിട്ടില്ല. അലോട്ട്മെന്റും തരാത്തത് കൊണ്ട് സെക്യൂരിറ്റീസ് പ്രീമിയം ആരും തന്നിട്ടില്ല, ആരും തന്നിട്ടില്ല, കർണൻ. ഓക്കെ, അപ്പം കർണന്റെ കേസ്, അപ്പൊ കർണന്റെ കേസിൽ അപ്പം തന്നാലും തന്നിട്ടില്ലെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞു അയാൾ ഇനി ഓണർ അല്ലാത്തതുകൊണ്ട് അയാളെ എത്ര പൈസക്ക് വിളിച്ചോ ആ വിളിച്ച പൈസക്ക് അവിടെ പോയിട്ടുണ്ട്, ക്യാപിറ്റലിൽ പോയിട്ടുണ്ട്, അത് മൊത്തം ക്യാൻസൽ ചെയ്യണം. ഇവിടെ എല്ലാ കോളും വിളിച്ചിട്ടുണ്ട് അല്ലെ? എല്ലാ കോളും വിളിച്ചിട്ടാണ് എന്ത് ചെയ്ത് ക്യാൻസൽ ചെയ്തത്. അപ്പം നേരത്തെ ഫസ്റ്റ് കോൾ വിളിച്ചപ്പോൾ ക്യാൻസൽ ചെയ്തത്, സെക്കൻഡ് കോളിന് വെയിറ്റ് ചെയ്തിട്ടില്ല. ഇവിടെ എല്ലാ കോളും വെയിറ്റ് ചെയ്തിട്ടുണ്ട്, എന്നിട്ടാണ് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പം ഈ ചങ്ങായിന്റെ ഷെയർ ക്യാപിറ്റൽ, ഓക്കെ, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൽ എത്ര ഫണ്ട് പോയിട്ടുണ്ടോ ആ ഫണ്ട് മൊത്തം, ഓക്കെ, അതായത് ഇവിടെ ആ ഫണ്ട് മൊത്തം എന്ത് ചെയ്യണം, ക്യാൻസൽ ചെയ്യണം. ഓക്കെ, അതായത് ഈ ചങ്ങായിന്റെ എത്രയുണ്ട്, 500 ഷെയർ വെച്ചിട്ട് എത്രയാ ക്യാപിറ്റലിൽ പോയിട്ടുള്ളൂ, 10 രൂപ. 12 ഉണ്ടെങ്കിലും ക്യാപിറ്റൽ എത്രയാ, 10. 2 എവിടെയാ, സെക്യൂരിറ്റി പേയ്മെന്റ്. അപ്പം 5000 രൂപ. ഓക്കെ, 5000 രൂപ എന്ത് ചെയ്യണം, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 5000 റുപ്പീസ്, 5000 രൂപ എന്ത് ചെയ്യണം, നമ്മൾ ഡെബിറ്റ് ചെയ്ത് ക്യാൻസൽ ആക്കണം. ഓക്കെ, അടുത്ത പ്രശ്നം സെക്യൂരിറ്റീസ് പ്രീമിയം എന്ത് ചെയ്യണം. നേരത്തെ ക്വസ്റ്റൻ സെക്യൂരിറ്റീസ് പ്രീമിയം ഇല്ലാത്തതുകൊണ്ട് അതിനെപ്പറ്റി നമ്മൾ ആലോചിച്ചില്ല. സെക്യൂരിറ്റീസ് പ്രീമിയം എന്ത് ചെയ്യണം എന്നാണ്. അപ്പൊ കമ്മീസ് ആക്ട് പറയാണ് സെക്യൂരിറ്റീസ് പ്രീമിയം റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നിങ്ങൾ എന്ത് ചെയ്യണ്ട, ഇനി മാറ്റാനൊന്നും നിൽക്കണ്ട, അത് ഓൾറെഡി ഒരു സെപ്പറേറ്റ് ഇങ്ക് ആണ്. എന്നാൽ നിങ്ങൾക്ക് ഈ പൈസ തിരിച്ചൊന്നും കൊടുക്കണ്ടല്ലോ, അതിന് സെക്യൂരിറ്റീസ് പ്രീമിയം എന്ന് പറഞ്ഞ ഇംഗത്തിൽ തന്നെ വെച്ചോ. ഇനി അത് കിട്ടിയ ഇംഗത്തിന് സെക്യൂരിറ്റീസ് പ്രീമിയം എന്ന് പറഞ്ഞ ഇംഗത്തിൽ നിന്ന് മാറ്റിയിട്ട് ഏത് ഇംഗത്തിലേക്കൊന്നും കൊടുക്കണ്ട, ഫോർ ഫീച്ചർ ഇംഗത്തിലേക്കൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അത് അവിടെ തന്നെ കീപ്പ് ചെയ്താൽ മതി, സെക്യൂരിറ്റീസ് പ്രീമിയത്തിൽ തന്നെ കീപ്പ് ചെയ്യുക. അപ്പൊ റിസീവ് ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യണ്ട, മെയിൻ ചെയ്യണ്ട. ഇനി റിസീവ് ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ അത് നിങ്ങൾ എന്ത് ചെയ്യണം, അത് ചെയ്തിട്ടില്ലല്ലോ, അപ്പൊ പിന്നെ അങ്ങനെ ഒരു ഇൻകം വന്നിട്ടില്ലല്ലോ. അപ്പൊ സെക്യൂരിറ്റീസ് പ്രീമിയം എന്ന് പറഞ്ഞ ഒരു ഇൻകം ക്രെഡിറ്റ് ആയിട്ടുണ്ടാവില്ലേ, കാരണം കിട്ടും എന്ന് വിചാരിച്ച് ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ ഒരു ഇൻകം ആക്ച്വലി വന്നോ, ഇല്ല. അപ്പൊ നിങ്ങൾ അത് എന്താക്കിയേ പറ്റുള്ളൂ, ക്യാൻസൽ ആക്കിയേ പറ്റുള്ളൂ, കാരണം അങ്ങനെ ഒരു ഇൻകം വന്നിട്ടില്ല. ഓക്കെ, വന്നില്ലെങ്കിൽ പിന്നെ ഒന്നും ചെയ്യണ്ട, വരാത്ത ഇൻകം പിന്നെ ഇൻകം ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല, അപ്പൊ എന്ത് ചെയ്യണം, ക്യാൻസൽ. അപ്പൊ സെക്യൂരിറ്റീസ് പ്രീമിയം വന്നിട്ടില്ലാത്ത കേസാണെങ്കിൽ എന്ത് ചെയ്യണം, ക്യാൻസൽ ചെയ്യണം. ഓക്കെ, അപ്പം ഈ കേസിൽ സെക്യൂരിറ്റീസ് പ്രീമിയം കിട്ടിയിട്ടുണ്ടോ, അലോട്ട്മെന്റ് പൈസ തന്നോ, ഇല്ല. അപ്പൊ സെക്യൂരിറ്റീസ് പ്രീമിയം എന്തായിട്ടില്ല, കിട്ടിയിട്ടില്ല. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ആരെയും കൂടി ക്യാൻസൽ ചെയ്യണം, സെക്യൂരിറ്റീസ് പ്രീമിയത്തിനെയും കൂടി ക്യാൻസൽ ചെയ്യണം അല്ലെ? അപ്പൊ സെക്യൂരിറ്റീസ് പ്രീമിയം എന്ന് പറഞ്ഞാൽ ഇൻകം അക്കൗണ്ടിനും കൂടി എന്ത് ചെയ്യണം, ക്യാൻസൽ ചെയ്യണം. ഓക്കെ, ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ ക്യാൻസൽ ചെയ്യാൻ എത്രയുണ്ട്, 500 into 2 rupees അല്ലെ, സെക്യൂരിറ്റി പ്രീമിയത്തിന് 2, അപ്പൊ 1000 രൂപ ക്യാൻസൽ ചെയ്യണം. 2, ഇനി ഇതിന്ന് കിട്ടിയ പൈസ ഏത് അക്കൗണ്ടിലേക്ക് മാറ്റണം, ഷെയർ ഫോർ ഫീച്ചർ അക്കൗണ്ടിലേക്ക് അല്ലെ? ഷെയർ ഫോർ ഫീച്ചർ അക്കൗണ്ടിലേക്ക് കിട്ടിയ പൈസ മൊത്തം എന്ത് ചെയ്യണം, മാറ്റണം. ഓക്കെ, കിട്ടിയ പൈസ എന്ന് പറഞ്ഞാൽ ഏത് മാത്രം, അപ്ലിക്കേഷന്റെ അല്ലെ, അപ്ലിക്കേഷന് 2 rupees മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ 2 into അങ്ങനെ എത്ര ഷെയറിന്റെ, ഓക്കെ, അങ്ങനെ 1000 രൂപ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഓക്കെ, എനിക്ക് കിട്ടാത്ത പൈസ അതാത് റെസ്പെക്റ്റീവ് അസറ്റ് അക്കൗണ്ട് ഏതാണോ. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ കോഴ്സിന് അരിയസ് ഓപ്പൺ ആക്കിയിട്ടുണ്ടോ ഇല്ലോ ഒന്നും പറയുന്നില്ല. കോഴ്സിന് അരിയസ് ഓപ്പൺ ആക്കിയിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള പൈസയ്ക്ക് ഒറ്റയ്ക്ക് എന്ത് ചെയ്താൽ മതി, കോഴ്സിന് അരിയസ് എന്ന അക്കൗണ്ടിലേക്ക് എല്ലാ പൈസയും കിട്ടാത്ത പൈസക്ക് ഈ അക്കൗണ്ടിൽ ഉണ്ടാവില്ലേ, എല്ലാം കൂടി ഇവിടെ കാണിച്ചാൽ മതിയായിരുന്നു, കോഴ്സിന് അരിയസ് അക്കൗണ്ടിൽ കാണിച്ചാൽ മതി. അപ്പം ഇവിടെ ക്വസ്റ്റ്യൻ സൈലന്റ് ആയതുകൊണ്ട് ഇഷ്യൂ നമ്മളല്ല ഇട്ടത്, നമ്മൾ ഡയറക്റ്റ്
ഫോർഫീച്ചറാണ് പറയുന്നത്. അപ്പം ഇഷ്യൂല് എന്താ സംഭവിച്ചെന്ന് അറിയാത്തതുകൊണ്ട്, കാരണം ഫോർഫീച്ചർ അക്കൗണ്ട് ഓപ്പൺ ആക്കിയിട്ടില്ല അറിയാത്തതുകൊണ്ട് അവിടെ അസംഷൻ ഞാൻ പറഞ്ഞു അങ്ങനെ അക്കൗണ്ട് എന്തായിട്ടില്ല, ഓപ്പൺ ആക്കിയിട്ടില്ല. അപ്പൊ എന്ത് ചെയ്യണം? ഈ പൈസക്ക് ഏതാണ് അലോട്ട്മെന്റിന്റെ പൈസ ഇപ്പോഴും ഷെയർ അലോട്ട്മെന്റ് എന്ന് പറഞ്ഞ അസറ്റ് അക്കൗണ്ടിൽ കിട്ടാനുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ ഉണ്ടാവും. ഫസ്റ്റ് കോളിന്റെ പൈസ ഇപ്പോഴും ഫസ്റ്റ് കോളിന്റെ പൈസ കിട്ടാനുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ ഉണ്ടാവും. സെക്കൻഡ് കോളിന്റെ പൈസ ഇപ്പോഴും സെക്കൻഡ് കോളിൽ കിട്ടാനുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഓക്കെ, അപ്പം ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അലോട്ട്മെന്റ് പൈസ ഒന്നും കിട്ടിയിട്ടില്ലല്ലോ, ഈ മൂന്നും ഈ രണ്ടും, ഇത് രണ്ടും അലോട്ട്മെന്റ് പൈസയല്ലേ. അലോട്ട്മെന്റ് 5 രൂപ കിട്ടാനുണ്ട്. ഓക്കെ, അപ്പം ഷെയർ അലോട്ട്മെന്റിൽ നിന്ന് ഇയാള് 5 രൂപയും കിട്ടിയിട്ടില്ല, അത് മൊത്തം അലോട്ട്മെന്റിൽ കിട്ടാനുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, അത്ര ഉണ്ടാവും 2500 ഉണ്ട്. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി അതേപോലെ തന്നെ ഇനി അതേപോലെ തന്നെ ഉള്ളത് ഫസ്റ്റ് കോൾ. ഫസ്റ്റ് കോളിൽ എത്ര? ഫസ്റ്റ് കോൾ ഇതേപോലെ, ഫസ്റ്റ് കോൾ എന്ന് പറഞ്ഞ അക്കൗണ്ടിൽ ഇപ്പോഴും അസറ്റ് ആയിട്ട് അവിടെ കിടക്കുന്നുണ്ടാവും. ഓക്കെ, അവിടെ ഫസ്റ്റ് കോളിൽ എത്ര? 1 റുപ്പിയാണ്. ഓക്കെ, എത്ര ഷെയർ ഉണ്ട്? 500 ഷെയർ ഉണ്ട് അല്ലെ. 1 × 500 വെച്ചിട്ട് 500 തന്നെ വരും. ഓക്കെ, ഇനി അവസാനത്തെ സെക്കൻഡ് ആൻഡ് ഫൈനലാണ്. ഓക്കെ, സെക്കൻഡ് ആൻഡ് ഫൈനൽ. അപ്പൊ എക്സാമിന് ഈ ഫസ്റ്റ് എന്ന് പറഞ്ഞ ലെറ്ററും സെക്കൻഡ് ലെറ്റർ ഉപയോഗിക്കണേ. ഫസ്റ്റ് തന്നെ എഴുതണേ, സെക്കൻഡ് തന്നെ എഴുതണേ. ഓക്കെ, അതിന് എത്ര രൂപ കിട്ടണ്ടേ? 4 രൂപ അല്ലേ. അപ്പൊ 4 × 500 വെച്ചിട്ട് കിട്ടാനുണ്ട്. 500 ഷെയർസ് അല്ലേ, കർണന്റെ മാത്രം കേസാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പൊ എത്ര? 2000. ഓക്കെ, അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും പൈസ കിട്ടിയിട്ടില്ല, ഇത് കിട്ടിയത് എവിടത്തേക്ക് കാണിച്ചു? ഫോർഫീച്ചറിലേക്ക് കാണിച്ചു. ഓക്കെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോൾസിന് ഐഡിയാസ് ഉണ്ടെങ്കിൽ സിമ്പിൾ ആയിരുന്നു. ഈ പൈസ ഒറ്റയ്ക്ക് അവിടെ കാണിച്ചാൽ മതിയായിരുന്നു, കോൾസിന് ഐഡിയാസ് കാണിച്ചാൽ മതി. ഓക്കെ, ഇപ്പൊ ഇതിനാ കർണന്റെ കേസിൽ ജസ്റ്റ് നിങ്ങൾക്ക് ആ കാര്യം മനസ്സിലാകാൻ വേണ്ടി കർണന്റെ കേസ് മാത്രമേ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അപ്പം ശരിക്കും നമുക്ക് ഇങ്ങനെ സെപ്പറേറ്റ് എൻട്രി അല്ല പാസ് ചെയ്യേണ്ടത്, ഈ 3 പേരും കൂടി ഒറ്റൊരു ഫോർഫീച്ചർ എൻട്രിയാണ് വേണ്ടത്. ഓക്കെ, അപ്പം നമ്മൾ എന്തിനാ ഒരാളെ വെച്ച് മാത്രം കാണിച്ച് മീൻസ് നമ്മളപ്പോൾ ആദ്യം ചെയ്യേണ്ടത് നമുക്ക് ഓക്കെ, അപ്പൊ നമുക്ക് അറിയേണ്ടത് ഒരാളെ ഷെയർ കിട്ടിക്കഴിഞ്ഞാൽ ഒരാളെ ഫോർഫീച്ചർ ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് അയാൾക്ക് എത്ര നമ്പർ ഓഫ് ഷെയർ ഉണ്ട് നോക്കാം, അതിലെത്ര ഷെയർ ക്യാപിറ്റൽ ഉണ്ട്, അതിലെത്ര സെക്യൂരിറ്റീസ് പ്രീമിയം കിട്ടാനുണ്ട് നോക്കാം. ഓക്കെ, എന്നിട്ട് ആദ്യം തീരുമാനിക്കാം. ഓക്കെ, ആദ്യം എന്ത് തീരുമാനിക്കാം? ഓക്കെ, സെക്യൂരിറ്റീസ് പ്രീമിയത്തിന്റെ കേസിൽ അത് എന്താണ് തീരുമാനിക്കുക? റിസീവ്ഡ് ആണോ അൺറിസീവ്ഡ് ആണോ എന്ന് എന്ത് ചെയ്യുക? തീരുമാനിക്കുക. എന്നാലേ നമുക്ക് അത് എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, റിസീവ്ഡ് ആണെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണ്ട, നോക്കേ വേണ്ട. അൺറിസീവ്ഡ് ആണെങ്കിൽ അത് ഏതിലാണ് കിട്ടാത്തത്, അത് അധിക കേസിന് എന്തായിരിക്കും? അലോട്ട്മെന്റ് ആയിരിക്കും. ഇനി ഷെയർ ക്യാപിറ്റൽ നമ്മൾ എന്ത് ചെയ്യുക? ഓരോന്നിനും അപ്ലിക്കേഷനിൽ എത്ര പൈസ ഉണ്ട്, അലോട്ട്മെന്റിൽ എത്ര പൈസ ഉണ്ട്, അതുപോലെ ഫസ്റ്റ് എത്രയുണ്ട്, സെക്കൻഡ് എത്രയുണ്ട്, തേർഡ് ഉണ്ടെങ്കിൽ തേർഡ്, സെക്കൻഡ് ഒക്കെ പോകുള്ളൂ മാക്സിമം. ഇനി ഇതിൽ ഏതൊക്കെ റിസീവ് ചെയ്തത് മാർക്ക് ചെയ്ത്, ഏതൊക്കെയാണ് അൺറിസീവ്ഡ് ചെയ്തത് എന്ത് ചെയ്യുക? മാർക്ക് ചെയ്യാം. എന്നിട്ട് റിസീവ് ചെയ്തൊക്കെ ഇവിടത്തേക്ക് മാറ്റാം, ഫോർഫീച്ചറിലേക്കും. അൺറിസീവ്ഡ് ഒക്കെ അതായത് അക്കൗണ്ടുകൾ ഏതാണോ ആ അക്കൗണ്ട് വെച്ചിട്ട് എന്ത് ചെയ്യുക? ക്യാൻസൽ ചെയ്യുക. അങ്ങനെ ഒന്ന് നമുക്ക് അടുത്ത നെപ്പോളിയന്റെ കേസ് നോക്കിയാലോ? നെപ്പോളിയന്റെ കേസിൽ ഓക്കെ, നെപ്പോളിയന്റെ കേസിൽ നോക്കുകയാണെങ്കിൽ നെപ്പോളിയന്റെ കേസിൽ എത്ര പറഞ്ഞേ? എത്ര ഷെയർസ് ഉണ്ടായിരുന്നു നെപ്പോളിയന്റെ? 750 ഷെയർസ് ഉണ്ടായിരുന്നു അല്ലെ. 750 ഷെയർസ് ഉണ്ട്. ആ 750 ഷെയർസിൽ ഷെയർ ക്യാപിറ്റലും ഉണ്ടാവും, സെക്യൂരിറ്റീസ് പ്രീമിയം ഉണ്ടാവും. ഓക്കെ, ഷെയർ ക്യാപിറ്റൽ എത്രയാ? 10 റുപ്പീസ് അല്ലേ, എല്ലാം കൂടി 10 അല്ലേ, അത് നമുക്ക് അറിയുന്ന കാര്യമല്ലേ. അപ്പം 7500 ആയിരിക്കും അല്ലെ. സെക്യൂരിറ്റി പ്രീമിയം ഒന്നിന് 2 റുപ്പീസ് വെച്ചിട്ടായിരുന്നു അല്ലെ. 750 ഇൻറ്റു ഇപ്പൊ 2 റുപ്പീസ് വെച്ചിട്ട് എത്ര വരും? 1500 വരും അല്ലെ. 1500 അല്ലേ. ഓക്കെ അല്ലേ? യെസ്. ഓക്കെ, നെക്സ്റ്റ് എന്താ? ഈ സെക്യൂരിറ്റീസ് പ്രീമിയം കിട്ടിയോ ഇല്ലയോ എന്നുള്ളതാണ്. ഓക്കെ, നെപ്പോളിയൻ സെക്യൂരിറ്റീസ് പ്രീമിയം കിട്ടുന്ന ഏത് പൈസ തന്നിട്ടുണ്ടാവണം? അലോട്ട്മെന്റിന്റെ എമൗണ്ട് തന്നിട്ടുണ്ടെങ്കിൽ ഏത് എമൗണ്ട് കിട്ടിയിട്ടുണ്ടാവും? സെക്യൂരിറ്റീസ് പ്രീമിയത്തിന്റെ എമൗണ്ട് കിട്ടിയിട്ടുണ്ടാവും അല്ലെ. ഈ ചങ്ങായി ഫസ്റ്റും സെക്കൻഡ് അല്ലേ തരാണ്ടുള്ളൂ, അപ്പൊ അലോട്ട്മെന്റ് തന്നതല്ലേ, അപ്പൊ ഏത് എമൗണ്ട് കിട്ടിയതാ? സെക്യൂരിറ്റീസ് പ്രീമിയം റിസീവ്ഡ് ആണ്. അപ്പൊ പിന്നെ ആരെയും നോക്കണ്ട, സെക്യൂരിറ്റീസ് പ്രീമിയത്തെ നമ്മൾ മെയിൻ ആക്കേ വേണ്ട. ഓക്കെ, ഇനി ഇതില് എന്തൊക്കെ നോക്കണം? അപ്ലിക്കേഷനിൽ 2 റുപ്പീസ് വെച്ചിട്ടാണ് അല്ലെ. അപ്ലിക്കേഷൻ 2 റുപ്പീസ് വെച്ചിട്ട് എന്ന് പറയുമ്പോൾ എത്ര വരും? അയാൾക്ക് മൊത്തം 750 ഷെയർസ്, അപ്ലിക്കേഷനിൽ എത്ര വരും? അപ്പൊ 2 റുപ്പീസ്, 750 ഇൻറ്റു 2 വെച്ചിട്ട് എത്ര കിട്ടും? 1500 കിട്ടും. അലോട്ട്മെന്റിലും 750 ഷെയർസ് ആണ്. എത്ര അലോട്ട്മെന്റിൽ എത്താം? മൊത്തം 5, അതിൽ പ്രീമിയം മാറ്റണം, അത് മറന്നു. ഇത് എവിടെയാ? അല്ല, സെക്യൂരിറ്റി പ്രീമിയം 2 മാറ്റണം. ഓക്കെ, ഷെയർ ക്യാപിറ്റൽ എത്രയേ ഉള്ളൂ? 3 ഉള്ളൂ. ഓക്കെ, അപ്പൊ അങ്ങനെ വെച്ച് നോക്കുകയാണ് എത്ര വരും? 750 ഇൻറ്റു 3 വെച്ച് നോക്കുകയാണ് അല്ലെ, എത്ര വരും? 2250 വരും.
ഓക്കെ, ഇനി ആരുണ്ട്? ഫസ്റ്റ് കോൾ ഉണ്ട്. ഫസ്റ്റ് കോൾ എത്ര? 1 ഇൻറ്റു അല്ലെ 1 ഇൻറ്റു 750 1 റുപ്പി. അപ്പൊ എത്ര തന്നെ വരും? 750. ഇനി സെക്കൻഡ് കോൾ എത്ര? സെക്കൻഡ് കോൾ അതേപോലെ തന്നെ എത്ര റുപ്പീസ് ആയിരുന്നു? 4 അല്ലേ? 4 ഇൻറ്റു 750 അല്ലെ? 4 ഇൻറ്റു 750 എന്ന് പറയുമ്പോൾ എത്ര വരും? 4 ഇൻറ്റു 750 3000 വരും അല്ലെ? ഓക്കെ അല്ലേ? ഇങ്ങനെ തന്നെയല്ലേ? 1ഉം 4 തന്നെയല്ലേ? 1ഉം 4. ഓക്കെ, അത് ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി ഇതിൽ ഏതൊക്കെ കിട്ടിയിട്ടുണ്ട്? ഈ ചങ്ങായി ഏതൊക്കെ തന്നിട്ടുണ്ട്? അലോട്ട്മെന്റ് അല്ലെ? അലോട്ട്മെന്റിന്റെയോ അപ്ലിക്കേഷൻ തന്നിട്ട് ഇത് രണ്ടും റിസീവ്ഡ് ആണ്, ഇത് രണ്ടും എന്താ? അൺറിസീവ്ഡ് ആണ്. ഓക്കെ അല്ലേ? അൺറിസീവ്ഡ് ആണ്. ഓക്കെ, ഇനി ഈ ചങ്ങായിന്റെ കേസ് ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി ആരെ കേസ് നോക്കണം? ഭഗത്ത്. ഓക്കെ, ഭഗത്തിന്റെ കേസ് നോക്കുകയാണെങ്കിൽ അവിടെയും മൊത്തം ഷെയർസ് എത്രയായിരുന്നു? ഭഗത്തിന്റെ ഷെയർസ് 1000 ആയിരുന്നു അല്ലെ? 1000 ആയിരുന്നു ഭഗത്തിന്റെ ഷെയർസ് ഉണ്ടായത്. അപ്പൊ 1000 ഷെയർസിൽ ഷെയർ ക്യാപിറ്റലിലും എന്തൊരു സെക്യൂരിറ്റീസ് പേയ്മെന്റ്, ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ടോട്ടൽ 10 വെച്ചിട്ട് 10,000 ആയിരിക്കും, ഇവിടെ 2,000 ആയിരിക്കും. ഭഗത്തും അലോട്ട്മെന്റ് വന്നില്ലേ? ഭഗത്ത് ആകെ ലാസ്റ്റത്തെ തരാണ്ടുള്ളൂ. ഓക്കെ, ഇത് റിസീവ്ഡ് ആണ്. അപ്പൊ പിന്നെ ആരും നോക്കണ്ട, സെക്യൂരിറ്റീസ് പേയ്മെന്റിനെ നോക്കണ്ട. ഓക്കെ, ഇനി ഇതില് എന്തുണ്ട്? അപ്ലിക്കേഷൻ അയാൾ തന്നതാണ് അല്ലെ? അലോട്ട്മെന്റ് അയാൾ തന്നതാണ്, ഫസ്റ്റ് കോൾ അയാൾ തന്നതാണ്, സെക്കൻഡ് കോളെ തരാത്തതുള്ളൂ. ഓക്കെ, അപ്ലിക്കേഷൻ എത്ര? 1000 ഇൻറ്റു അപ്ലിക്കേഷൻ 2 വെച്ചിട്ട് എത്രയായിരുന്നു? 2000 ആയിരുന്നു. അലോട്ട്മെന്റിൽ 5ന്ന് 2 മാറ്റി ബാക്കി 3 ഇൻറ്റു 1000 എത്ര വരും? 3000 വരും. ഫസ്റ്റിൽ 1 റുപ്യ ആയിരുന്നു, 1 ഇൻറ്റു 1000 എത്ര തന്നെ? 1000 തന്നെ. സെക്കൻഡ് എത്ര? 4 ആയിരുന്നു, 4 ഇൻറ്റു 1000 എത്ര? 4000. ഇതിൽ ഇത് 3 റിസീവ്ഡ് ആണ്. ഏതേ കിട്ടാണ്ടുള്ളൂ? അൺറിസീവ്ഡ് ആയിട്ട് ആരേ ഉള്ളൂ? സെക്കൻഡ് കോള് മാത്രമേ ഉള്ളൂ. ഓക്കെ അല്ലേ? പിന്നെ കർണന്റെ കേസ് അല്ലെ? കർണന്റെ കേസ് നമ്മൾ ഫസ്റ്റ് ഓൾറെഡി പറഞ്ഞല്ലേ? കർണന്റെ അതേപോലെ ഒന്ന് വരച്ചു നോക്കണം. കർണന്റെ അതേപോലെ ഒന്ന് വരച്ചു നോക്കിയാ, കർണന്റെ കേസിൽ അതേപോലെ വരക്കുകയാണെങ്കിൽ കർണന്റെ മൊത്തം 500 ഷെയർസ് ആണ്. അതിൽ ഷെയർ ക്യാപിറ്റൽ എത്ര വരും? അപ്പൊ 5000 വരും. ഇവിടെ സെക്യൂരിറ്റീസ് പ്രീമിയത്തിൽ എത്രയുണ്ട്? സെക്യൂരിറ്റീസ് പ്രീമിയത്തിൽ 500 ഇൻറ്റു 2 വെച്ചിട്ട് എത്ര വരും? 1000 വരും. ഇത് കിട്ടിനോ? ഇല്ല, അൺറിസീവ്ഡ് ആണ്. അപ്പൊ ആരെ കൺസിഡർ ചെയ്യണം? ഇയാളെ കൺസിഡർ ചെയ്യണം. അപ്പൊ ഏത് കോളിൽ വരുന്ന എമൗണ്ട്? ഇത് അലോട്ട്മെന്റിൽ വരുന്നതാണ്. ഓക്കെ അല്ലേ? ക്ലിയർ. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യാം? ഓക്കെ, അതിനുശേഷം നോക്കുകയാണെങ്കിൽ അപ്ലിക്കേഷൻ ഉണ്ട്, അലോട്ട്മെന്റ് ഉണ്ട്, ഫസ്റ്റ് ഉണ്ട്, സെക്കൻഡ് ഉണ്ട്. ഓക്കെ അല്ലേ? അതിലെത്ര? 500 ഇൻറ്റു അപ്ലിക്കേഷൻ 2 ആയിരുന്നു. അപ്പൊ എത്ര വരും? 1000. അലോട്ട്മെന്റിൽ 2 കൊഴിച്ച് 3, അപ്പൊ 500 ഇൻറ്റു 3 1500. ഓക്കെ, ഫസ്റ്റ് കോളിൽ 500 ഇൻറ്റു 1 ആണ്, അപ്പൊ 500 തന്നെ. സെക്കൻഡ് കോളിൽ 4 ആണ്, അപ്പൊ 2000 വരും. ഓക്കെ, ഇതിൽ ആകെ റിസീവ്ഡ് ഇത് മാത്രമല്ല, ബാക്കിയൊക്കെ എന്താ? അൺറിസീവ്ഡ് ആണ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് ഷെയർ ക്യാപിറ്റൽ മൊത്തം ഇനി മൊത്തത്തിൽ ചാലഞ്ച് പാസ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ഷെയർ ക്യാപിറ്റൽ എൻ്റെ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ക്യാൻസൽ ചെയ്യണം. അപ്പൊ എല്ലാവരും നോക്കാം. ഓക്കെ, അപ്പൊ കർണന്റെ ഷെയർ ക്യാപിറ്റൽ എത്രയായിരുന്നു? കർണന്റെ ഷെയർ ക്യാപിറ്റൽ എത്ര? 5000 അല്ലെ? കർണന്റെ 5000. ഓക്കെ, കർണന്റെ 5000. ഓക്കെ, പിന്നെ ആരതാ? ഭഗത്തിന്റെ എത്രയായിരുന്നു? 10,000 ആയിരുന്നു. ഭഗത്തിന്റെ 10,000. ഓക്കെ, നെക്സ്റ്റ് ആരാണ്? നെപ്പോളിയന്റെ 7500 അല്ലെ? അപ്പൊ എന്ത് ആഡ് ചെയ്തു? 7500 ആഡ് ചെയ്തു. ഓക്കെ, അങ്ങനെ നോക്കുകയാണെങ്കിൽ ടോട്ടൽ എത്ര ഷെയർ ക്യാപിറ്റൽ ഉണ്ടായത്? എല്ലാവരെയും കൂട്ടി 22,500. ലോജിക്കലി ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഷെയർ ക്യാപിറ്റൽ എമൗണ്ട് എങ്ങനെ എടുക്കാം? എല്ലാ ഷെയറും കൂടി എത്രയായിരുന്നു? 2250 ഇൻറ്റു 10. അത് ആയിരിക്കണം ഷെയർ ക്യാപിറ്റൽ വരേണ്ടത്. അത് നമുക്ക് സിമ്പിൾ ആയിട്ട് എല്ലാവരും ഷെയർ ക്യാപിറ്റൽ ഉണ്ടല്ലോ, അപ്പൊ ഷെയർ ക്യാപിറ്റലിലേക്ക് പോവാ 10 ആണ് ഫേസ് വാല്യൂ. ടോട്ടൽ എല്ലാവരുടെ ഷെയറും കൂടി ടോട്ടൽ എത്ര ഷെയർസ് ഉണ്ടായിരുന്നു? 2000. അങ്ങനെയും വേണമെങ്കിൽ ചിന്തിക്കാം. ഓക്കെ, അത് തന്നെയല്ലേ ഇത് കിട്ടുന്ന? എന്ത് ചെയ്താൽ മതി? കൺഫേം ചെയ്താൽ മതി. ഇനി സെക്യൂരിറ്റീസ് പ്രീമിയം നോക്കണം. ആരത് മാത്രം? കിട്ടാത്ത സെക്യൂരിറ്റീസ് പ്രീമിയം ഉണ്ടെങ്കിൽ മാത്രം. അതിന്റെ കേസിൽ ആരത് മാത്രമേ വന്നിട്ടുള്ളൂ? കർണന്റെ മാത്രമേ വന്നിട്ടുള്ളൂ. ഓക്കെ, കർണന്റെ 1000 മാത്രമേ കിട്ടാത്ത സെക്യൂരിറ്റീസ് പ്രീമിയം ഉള്ളൂ. ബാക്കി എല്ലാവരും എന്താ? കിട്ടിയതാണ്. അതെല്ലാം നമ്മൾ എന്ത് ചെയ്യേണ്ട? ക്ലോസ് ഇട്ട് വെച്ചതാണ്. എടുക്കേണ്ട രീതിയിൽ എന്ത് ചെയ്താ? ക്ലോസ് ചെയ്ത് വെച്ചതാണ് അല്ലെ? ക്ലോസ് ചെയ്ത് വെച്ചാൽ ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പം സെക്യൂരിറ്റീസ് പേയ്മെന്റ് കഴിഞ്ഞു. ഇനി എന്താ? ഇതിൽ നിന്ന് കിട്ടിയ പൈസയ്ക്ക് എവിടത്തേക്ക് മാറ്റണം? ഷെയർ ഫോർ ഫീച്ചർ അക്കൗണ്ടിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? കിട്ടിയ പൈസയ്ക്ക് നമ്മൾ എന്ത് ചെയ്യണം? ട്രാൻസ്ഫർ ചെയ്യണം. കിട്ടിയെന്ന് പറയുമ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, കർണൽ നിന്ന് കിട്ടിയത് ഏത് പൈസ? ഈ 1000 മാത്രമാണ് കർണൽ നിന്ന് കിട്ടിയത്. ഓക്കെ, അപ്പൊ കർണൽ തന്നെ 1000 ആഡ് ചെയ്തു. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ആരതാ? ഭഗത്തിന്റെ. ഭഗത്ത് നിന്ന് ഏതൊക്കെ കിട്ടി? 2000 3000 മൂന്നും കിട്ടി അല്ലെ? അപ്പൊ 3 ആഡ് ചെയ്യാം. 2000 പ്ലസ് 3000 പ്ലസ് 4000 അല്ലെ? മൊത്തം 6000 കർണലിന്റെ ഉണ്ട്. ഓക്കെ, അത് നമ്മൾ അല്ല ഭഗത്തിന്റെ ഉണ്ട്, അത് നമ്മൾ ആഡ് ചെയ്തു. ഓക്കെ, ഇനി ആരാ? നെപ്പോളിയന്റെ കേസിൽ ഏതൊക്കെ കിട്ടിയേ? ഇത് രണ്ടും കിട്ടിയിട്ടുണ്ട് അല്ലെ? അപ്പൊ എന്ത് ചെയ്തു? 1500 പ്ലസ് 2250. ഓക്കെ, ഇത് രണ്ടും കിട്ടിയെങ്കിലും ഇത് നമ്മൾ എന്ത് ചെയ്യണ്ട? കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. കിട്ടിയതാണെങ്കിൽ ഒന്നിലും എടുക്കണ്ട, അപ്പൊ മൊത്തത്തിൽ ഒഴിവാക്കുക. പിന്നെ കിട്ടിയത് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണ്ട? സെക്യൂരിറ്റീസ് പ്രീമിയം കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല.
അത് കിട്ടിയതാണ് ഫുള്ളി കാൽക്കുലേഷൻ നമ്മൾ ഒഴിവാക്കാം. ഓക്കെ, അതിനെ പിന്നെ എന്ത് ചെയ്യുന്ന ക്യാൻസലും ചെയ്യുന്നില്ല, ഒന്നും നമ്മൾ കൺസിഡർ ചെയ്യില്ല. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പം കിട്ടിയെത്തുന്ന ഷെയർ ഫോർഫീച്ചറിലേക്ക് എല്ലാവരും കൂട്ടിയപ്പോൾ എത്ര കിട്ടി? 10,750 കിട്ടി. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യണ്ടേ? ഇനി അപ്ലിക്കേഷൻ എന്തായാലും എല്ലാവരും തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഓരോ അസറ്റ്, ഓക്കെ, അലോട്ട്മെന്റ് എന്ന് പറഞ്ഞ അസറ്റിൽ കിട്ടാത്ത പൈസ എന്തെങ്കിലും അലോട്ട്മെന്റ് എന്ന് പറഞ്ഞ അസറ്റിൽ ഉണ്ടോ നോക്കാം. ആരെ അലോട്ട്മെന്റ് തരാത്തതുള്ളൂ? കർണൻ മാത്രമേ തരാത്ത. അപ്പൊ ആ കർണനിൽ മാത്രമേ അലോട്ട്മെന്റ് പൈസ പെൻഡിങ്ങിൽ ഉണ്ടാവും. എത്ര? 1,500. ബാക്കി ആരും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം അവര് അലോട്ട്മെന്റ് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് കേസിൽ ആരെയും നോക്കണ്ടേ? ഇനി ഫസ്റ്റ് കോളിൽ എന്തെങ്കിലും ഇതേപോലെ അസറ്റ് ആയിട്ട് ഇപ്പോഴും കിടക്കുന്നുണ്ടോ എന്ന് നോക്കണം. അതിൽ ആരുണ്ടാവും? കർണൻ എന്തായാലും ഉണ്ടാവും. കർണന് ഇല്ലാത്ത പരിപാടി ഒന്നുമില്ല. ഓക്കെ, അതിൽ എത്ര? കർണന്റെ 500 ആണ്. ഓക്കെ, പിന്നെ ആരെന്തുണ്ട്? ഭഗത്ത് ഇല്ല, ഭഗത്ത് തന്നതാണ്. അപ്പൊ ഭഗത്തിന്റെ കേസിൽ എന്ത് നോക്കണ്ട? ഫസ്റ്റ് കോളിൽ നോക്കേണ്ട ആവശ്യമില്ല, അത് തന്ന പൈസയാണ്. തരാത്ത നമ്മളിപ്പോ തരാത്തയില് ഇനി ഫസ്റ്റ് കോളിൽ ആരാ ഉള്ളത്? 750 ആരുന്നുണ്ട്? നെപ്പോളിയന്റെ. അത് രണ്ടും കൂട്ടാണ് എത്ര വരും? 1,250 വരും. ഓക്കെ, അത് നമ്മൾ എന്ത് ചെയ്തു? ഫസ്റ്റ് കോളിലും കാണിച്ചു. ഇനി ആരുണ്ടാവും? സെക്കൻഡ് കോൾ. സെക്കൻഡ് കോൾ മൂന്നാളും തന്നില്ല, അപ്പൊ മൂന്നാളെയും കിട്ടാത്ത പൈസ ഉണ്ടാവും. കിട്ടാത്ത പൈസയിൽ സെക്കൻഡ് കോളിൽ ആരുണ്ട്? ഓക്കെ, കർണൻ ഉണ്ട്. എത്ര? 2,000 ഉണ്ട്. പിന്നെ ഭഗത്തിന്റെ എത്രയുണ്ട്? 4,000 ഉണ്ട്. ഭഗത്ത് ആകെ അതേ തരാണ്ടുള്ളൂ, ആ 4,000 ഉണ്ട്. അതേപോലെ നെപ്പോളിന്റെ എത്രയുണ്ട്? 3,000 ഉണ്ട്. ഓക്കെ, അങ്ങനെ മൊത്തം എത്രയുണ്ട്? 9,000 ഉണ്ട്. എല്ലാ കോൾസും ആയില്ല. എല്ലാ കോൾസിലും കിട്ടാത്ത പൈസ ഇപ്പോഴും അസറ്റ് ആയിട്ട് ഇപ്പോഴും കിട്ടും എന്ന് വിചാരിച്ച് അസറ്റ് ആയിട്ട് കാണിച്ച എല്ലാ കോളിലെ എമൗണ്ട് എന്ത് ചെയ്തു? ഇവിടെ കൊടുത്തു. ഇതിൽ അപ്ലിക്കേഷൻ കൊടുക്കാത്ത കാരണം എല്ലാവരും എന്തായാലും എന്ത് തരും? അപ്ലിക്കേഷൻ തരും. അപ്ലിക്കേഷൻ തരാത്ത ഒരാളെ നമ്മൾ എന്ത് കൊടുക്കില്ല? ഓണർ ആക്കില്ലല്ലോ. അപ്പൊ എന്തായാലും അപ്ലിക്കേഷനിൽ ആരും പെൻഡിങ് ഉണ്ടാവില്ല. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ ഇതാണ് എന്തിന്റെ എൻട്രി എന്ന് പറയുന്നത്? ഫോർഫീച്ചറിന്റെ കേസിലെ എൻട്രി എന്ന് പറയുന്നത്. ആ കാൽക്കുലേഷൻസ് മനസ്സിലായില്ലേ? ഞാൻ കുറച്ച് സ്പീഡപ്പ് ആയിട്ട് പറയുന്നുണ്ട്, ജസ്റ്റ് എന്ത് ചെയ്യാം, ഓക്കെ ആണെന്ന് വിചാരിക്കണം. അപ്പൊ ഈ കേസിൽ അലോട്ട്മെന്റ് കേസിൽ നമ്മൾ അലോട്ട്മെന്റ് പൈസ എടുക്കാത്ത സമയത്ത് അലോട്ട്മെന്റ് കർണന്റെ ഷെയർ ക്യാപിറ്റൽ അലോട്ട്മെന്റ് പൈസയായ 1,500 നോക്കിയുള്ളൂ. അതേപോലെ തന്നെ കർണന്റെ അലോട്ട്മെന്റിൽ ഒരു പൈസയും കിട്ടാത്തതുണ്ട്. എന്ത്? കിട്ടാത്ത അലോട്ട്മെന്റ് എല്ലാ പൈസയും നമ്മൾ കാണിക്കണം. അപ്പൊ കർണന്റെ സെക്യൂരിറ്റീസ് പ്രീമിയം നമ്മൾ കിട്ടാത്തതുകൊണ്ട് അത് കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പം അതിന്റെ ഓപ്പോസിറ്റ് എഫക്ട് എവിടെ കിടക്കുന്നുണ്ട്? അസറ്റ് ആയിട്ട് അലോട്ട്മെന്റിൽ ഇപ്പോഴും കിട്ടും എന്ന് വിചാരിച്ച് ഇപ്പോഴും ആ പൈസ ഉണ്ട്. അപ്പൊ ഇവിടെ അലോട്ട്മെന്റിൽ കർണന്റെ ഈ പൈസ മാത്രമേ നമ്മൾ നോക്കിയുള്ളൂ. ഇത് 1,500 പ്ലസ് ആരും കൂടി ഉണ്ട്, സെക്യൂരിറ്റീസ് പ്രീമിയത്തിൽ 1,000. അത് മിസ്സാവാതെ അൺറിസീവ്ഡ് ആയ പോർഷൻ സെക്യൂരിറ്റീസ് പ്രീമിയം ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് എമൗണ്ട് ആ കോളിലും കൂടി നമ്മൾ എന്ത് ചെയ്യണം? അസറ്റ് ക്യാൻസൽ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കൺസിഡർ ചെയ്യണം. അപ്പൊ ഇവിടെ 2,500 ഉണ്ടാവും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമ്മൾ എന്ത് നോക്കണം? ഈ ഷെയർ ഒക്കെ എന്ത് ചെയ്യണം? റീഇഷ്യൂ ചെയ്യണം. ഓക്കെ, റീഇഷ്യൂ ചെയ്യുന്ന എൻട്രി പ്രശ്നമൊന്നുമില്ല. റീഇഷ്യൂ ചെയ്യുന്ന എൻട്രി ഈ ഷെയർസിന്റെ ഒക്കെ ഫുൾ കോൾ വിളിച്ചതായതുകൊണ്ട് ഇതിന്റെയൊക്കെ ഇപ്പോഴത്തെ വാല്യൂ എത്ര? ഓരോ ഷെയറിന്റെ വാല്യൂ എത്രയാ? 10 തന്നെയാണ് ഓരോ ഷെയറിന്റെ ഇപ്പോഴത്തെ വാല്യൂ. ഓക്കെ, നേരത്തെ 100 റുപ്പീസിന്റെ ഷെയറിൽ 75 വരെ വിളിച്ചിട്ടുള്ളൂ, അതുകൊണ്ട് അതിന്റെ വാല്യൂ എന്തായി? 75 ആയത്. ബാലൻസിലെ 25 എന്ത് ചെയ്യണം? വിളിക്കണം അത്ര. ഓക്കെ, പക്ഷെ ഇവിടെ എല്ലാം വിളിച്ചതുകൊണ്ട് ഒരു 10 റുപ്പീസിന്റെ ഫേസ് വാല്യൂ എത്രയാണോ 10 തന്നെയാണ് ആ ഷെയർസിന്റെ ഇപ്പോഴത്തെ വാല്യൂ എന്ന് പറയുന്നത്. അത് നമ്മൾ എന്ത് ചെയ്യാൻ നോക്കാം? പുതിയൊരാൾക്ക് റീഇഷ്യൂ ചെയ്യാൻ വേണ്ടി ഇപ്പൊ ആയിരിക്കാം അല്ലെ? ആയിരിക്കാം ആ ഷെയർ ഭീം എന്നല്ലേ? നമ്മൾ ഭീമിന് ചോട്ടാ ഭീമിന് നമ്മൾ എന്ത് ചെയ്യാൻ നോക്കാം? റീഇഷ്യൂ ചെയ്യാൻ വേണ്ടി പോക്ക. എത്രയാണ് ഡിസ്കൗണ്ട്? 2 രൂപ ഡിസ്കൗണ്ടിലാണ്. ഓക്കെ, 10 രൂപയുടെ സാധനം 2 രൂപ കുറച്ച് 8 രൂപക്കാണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ 8 രൂപ കൊടുക്കുന്ന സമയത്ത് അതിലെ എല്ലാ ഷെയറും കൊടുക്കുന്നതിൽ എത്ര മാത്രമേ വാങ്ങുന്നുള്ളൂ? ഭീം 1,500 മാത്രം. അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഭീം എന്ത് തരും? ബാങ്കിൽ നമുക്ക് പൈസ തരും. ഓക്കെ, ബാങ്കിൽ എത്ര? 1,500 വെച്ചിട്ട് എത്ര വെച്ചിട്ട് വരും? 8. അത്ര മാത്രം ആര് 1,500 ഷെയർസ് മാത്രമേ ആര് വാങ്ങുന്നുള്ളൂ? ഭീം വാങ്ങുന്നുള്ളൂ. ഓക്കെ, അപ്പം 12,000 ബാങ്കിൽ വരും. ബട്ട് പൈസ നമ്മൾ എത്ര വാങ്ങിയാലും ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിലേക്ക് എത്ര തന്നെ കാണിക്കണം? അതിന്റെ ഫേസ് വാല്യൂ 1,500 10 വെച്ചിട്ട് തന്നെ കാണിക്കണം. എത്ര? അതായത് എത്ര? 15,000. അപ്പൊ ബാലൻസ് ഉള്ള ഡിസ്കൗണ്ട് 3,000 ഇല്ലേ? അത് നമ്മൾ എവിടെ നിന്ന് എടുക്കണം? നമ്മൾ ലാഭമായ ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ടിൽ നിന്ന് നമ്മൾ ആരെടുക്കാം? ആ നഷ്ടം നമ്മൾ എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. ഓക്കെ, ഇനിയുള്ള പ്രശ്നം എന്താ? ഇനിയുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിലെ ഫോർഫീച്ചർ അക്കൗണ്ടിൽ മൊത്തത്തിൽ ലാഭം കിട്ടിയിട്ടുണ്ടായിരുന്നു 10,750 പ്രോഫിറ്റ് ഉണ്ട്. അതിലിപ്പോ എത്ര ഉപയോഗിച്ചിട്ടുള്ളൂ? 3,000 ഉപയോഗിച്ചുള്ളൂ. ഇനി എത്ര? 7,750 ഇപ്പോഴും അവിടെ ലാഭമുണ്ട്. അത് മൊത്തം ക്യാപിറ്റൽ റിസർവിലേക്ക് മാറ്റാൻ പാടുണ്ടോ? ഇല്ല. കാരണം എന്താ? ഇവിടെ ഈ ലാഭം കിട്ടിയത് എത്ര ഷെയർസിന് വേണ്ടിയിട്ടാ? 2,250 ഷെയർസിനാണ് നമുക്ക് ഈ ലാഭം കിട്ടിയത്. ബട്ട് ഇപ്പൊ എത്ര ഷെയർ റീഇഷ്യൂ ചെയ്തിട്ടുള്ളൂ? 1,500 റീഇഷ്യൂ നടന്നിട്ടുള്ളൂ. ഇനി എത്ര റീഇഷ്യൂ നടക്കാനുണ്ട്? 750 റീഇഷ്യൂ നടക്കാനുണ്ട്. അപ്പൊ അതിന്റെ ലാഭം നമ്മൾ എന്ത് ചെയ്ത് വെക്കണം? മാറ്റി വെക്കണം. ഓക്കെ, അപ്പം അതിന്റെ ലാഭം എത്രയാന്നുള്ളത് ഓരോരുത്തർക്ക് കിട്ടിയ ലാഭം വ്യത്യാസമാണ്.
അല്ലേ? ഓക്കെ. കർണൻ. കർണന്റെ കേസ് നോക്കുകയാണെങ്കിൽ കർണൻ ആകെ തന്നിരിക്കുന്ന ലാഭം എന്താ? കർണന്റെ ഷെയർസിന്റെ കേസ് നോക്കുകയാണെങ്കിൽ കർണന്റെ ഷെയർ എത്ര ഷെയർ ഉണ്ട്? 500 ഷെയർ ഉണ്ട്. കർണൻ ആകെ തന്നത് ഏത് മാത്രം? ഈ അപ്ലിക്കേഷൻ എമൗണ്ട് മാത്രമാണ് അല്ലേ? അപ്പൊ കർണന്റെ കേസ് നോക്കുകയാണെങ്കിൽ 1000 ഡിവൈഡ് ബൈ എത്ര? 500 നോക്കുകയാണെങ്കിൽ കർണൻ എത്രയേ തന്നിട്ടുള്ളൂ? കർണന്റെ ഷെയറിൽ കിട്ടിയ പ്രോഫിറ്റ് എത്രയാ? കർണന്റെ ഷെയറിൽ കിട്ടിയ പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ എത്രയേ കിട്ടിയിട്ടുള്ളൂ? 2 കിട്ടിയിട്ടുള്ളൂ. ഓക്കെ. അതേ കേസ് നെപ്പോളിയന്റെ കേസ് നോക്കുകയാണെങ്കിലോ നെപ്പോളിയന്റെ മൊത്തം എത്ര ഷെയർ ഉണ്ടായിരുന്നു? നെപ്പോളിയന്റെ മൊത്തം ഷെയർ എത്ര ഉണ്ടായിരുന്നു? 750 ഷെയർ ഉണ്ടായിരുന്നു. നെപ്പോളിയൻ എന്തൊക്കെ തന്നിട്ടുണ്ട്? അപ്ലിക്കേഷൻ തന്നിട്ടുണ്ട്, അലോട്ട്മെന്റ്. ഇവിടെ സെക്യൂരിറ്റീസ് പ്രീമിയത്തിന് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അത് വേറെ തന്നെയാണ്. കിട്ടിയ സെക്യൂരിറ്റീസ് പ്രീമിയം വേറെ തന്നെയാണ്. ഓക്കെ. അവന് കിട്ടിയെന്ന് വെച്ചിട്ട് ഇത് ലാഭമല്ല. ഫോർ ഫീച്ചർ അക്കൗണ്ടിൽ നമ്മൾ ആരും കിട്ടിയ സെക്യൂരിറ്റീസ് പ്രീമിയത്തെ നമ്മൾ എന്ത് ചെയ്യുന്നേ ഇല്ല, കൺസിഡർ ചെയ്യുന്നേ ഇല്ല. അപ്പം ഇത് സെക്യൂരിറ്റീസ് പ്രീമിയം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ കാൽക്കുലേഷനിൽ എവിടെയും അതിന്റെ റോളേ ഇല്ല. ഓക്കെ. അപ്പൊ രണ്ടും കൂടി നോക്കുകയാണെങ്കിൽ അല്ലെ 1500 എത്രയുണ്ട്? 2250 ഉണ്ട്. ഓക്കെ. അങ്ങനെ ടോട്ടൽ നോക്കുകയാണെങ്കിൽ 3750 ആര് തന്നിട്ടുണ്ട്? ആര് തന്നിട്ടുണ്ട്? നെപ്പോളിയൻ തന്നിട്ടുണ്ട്. എത്ര ഷെയർ? ടോട്ടൽ എത്ര ഷെയർ ഉണ്ട്? അങ്ങനെ 750 ഷെയർസ് ഉണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നെപ്പോളിയന്റെ ഷെയറിന് കിട്ടിയ ലാഭം എത്ര? നെപ്പോളിയന്റെ ഒരു ഷെയർ ക്യാൻസൽ ആക്കിയപ്പോൾ നമുക്ക് എത്ര ലാഭം കിട്ടി? 5 രൂപ ലാഭം കിട്ടി. ഓക്കെ. ഇനി ഭഗത്തിന്റെ കേസ് നോക്കുകയാണെങ്കിൽ ഭഗത്ത് എന്ത് തന്നിട്ടുണ്ട്? ഓക്കെ. ഭഗത്ത് സെക്കൻഡ് ഒഴികെ ബാക്കിയെല്ലാം തന്നിട്ടുണ്ട് അല്ലെ? ഓക്കെ. അതായത് 2000, 3000, 1000 അങ്ങനെ 6000 ഭഗത്ത് ചെയ്യുന്നുണ്ട്. എത്ര ഷെയർസിന്? 1000 ഷെയർസിന്. അങ്ങനെ നോക്കാൻ എത്ര ലാഭമുണ്ട്? 6 ലാഭമുണ്ട് അല്ലെ? ഓക്കെ. അപ്പൊ ഓരോരുത്തരുടെ ഷെയറിന് കിട്ടിയ ലാഭം എന്താ? ഡിഫറെന്റ് ആണ്. ബട്ട് എല്ലാ ഷെയറും റീഇഷ്യൂ ചെയ്തപ്പോൾ വന്ന ഡിസ്കൗണ്ട് എത്ര? എല്ലാ ഷെയറിനും ഒരേപോലെ ഡിസ്കൗണ്ട് കൊടുത്തത്. കർണന്റെ ഡിസ്കൗണ്ട് ആണ് മാക്സിമം എത്ര വരുന്നത്? 2 വരുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ എല്ലാ ഷെയറിനും മാക്സിമം ഡിസ്കൗണ്ട് എത്ര തന്നെയാ പോയത്? 2. കർണന്റെ ഡിസ്കൗണ്ട് തന്നെ എല്ലാവർക്കും പോയത്. ഓക്കെ. അപ്പൊ കർണന്റെ കേസ് നോക്കുമ്പോൾ റീഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ലാഭമില്ല. നെപ്പോളിയന്റെ ഷെയർ ആണ് റീഇഷ്യൂ ചെയ്തതെങ്കിൽ അവിടെ എത്ര ലാഭം കിട്ടും? 3 രൂപ ലാഭം കിട്ടും. ഭഗത്തിന്റെ ഷെയർ ആണ് റീഇഷ്യൂ നടത്തിയെങ്കിൽ എത്ര ലാഭം കിട്ടും? 4 രൂപ ലാഭം കിട്ടും. ഓക്കെ. അപ്പം ഇവിടെ ആരൊക്കെ ഷെയർ ആണ് റീഇഷ്യൂ ചെയ്തതെന്ന് നോക്കിയിട്ട് നമുക്ക് എവിടത്തേക്ക് മാറ്റാൻ പറ്റുള്ളൂ? ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് കർണന്റെ എല്ലാ ഷെയറും ഉണ്ട്. കർണന്റെ എത്ര ഷെയർ ഉണ്ട്? 500 ഷെയർ. അപ്പൊ കർണന്റെ 500 ഷെയറും ഉണ്ട്. അപ്പൊ കർണന്റെ ഷെയർ ഒരു ഷെയറിന് 0 ആണ് ലാഭം. കർണന്റെ 500ഉം ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അപ്പൊ കർണന്റെ ഷെയറിന് ക്യാപിറ്റൽ എസ്സിലേക്ക് മാറ്റാൻ ഫണ്ടൊന്നുമില്ല, 0 ആണ്. നെപ്പോളിയന്റെ എത്തുന്ന എത്രയാ പറഞ്ഞത്? നെപ്പോളിയന്റെ കേസിൽ പറയുകയാണെങ്കിൽ നെപ്പോളിയന്റെ മൊത്തം 750 ഉണ്ടെങ്കിലും അതിൽ എത്ര മാത്രം റീഇഷ്യൂ ചെയ്തിട്ടുള്ളൂ? 600 മാത്രം റീഇഷ്യൂ ചെയ്തിട്ടുള്ളൂ. അപ്പൊ നെപ്പോളിയന്റെ റീഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ 3 പ്രോഫിറ്റ് ഉണ്ട്. അപ്പൊ നെപ്പോളിയന്റെ കേസിൽ നിന്ന് എത്ര ടോട്ടൽ ലാഭമുണ്ട്? 1800 ലാഭമുണ്ട്. ഓക്കെ. റീഇഷ്യൂ ചെയ്തതിന്റെ മാത്രം ലാഭമാണ് നോക്കുന്നത്. ഓക്കെ. അപ്പം ഇനി ഭഗത്തിന് നോക്കണം. അപ്പൊ ഭഗത്തിന്റെ ഷെയറിന്റെ നമ്പർ ഓഫ് ഷെയർ എത്ര റീഇഷ്യൂ ചെയ്തെന്ന് പറഞ്ഞിട്ടില്ല. ഓക്കെ. അപ്പൊ അതെങ്ങനെ കണ്ടുപിടിക്കുക? ടോട്ടൽ റീഇഷ്യൂ നടന്ന എത്ര ഷെയർ ആണെന്ന് നമുക്കറിയാം. 1500 ഷെയർസ് ആണ് റീഇഷ്യൂ ആണ്. അതില് കർണന്റെ ഫുൾ ഉണ്ടെന്നും പറഞ്ഞു, നെപ്പോളിയന്റെ 600 ഉണ്ടെന്നും പറഞ്ഞു. ഓക്കെ. അപ്പൊ അങ്ങനെയാണ് ബാക്കി എത്ര ഉണ്ടാവും? 400 ആരതായിരിക്കണം? ഭഗത്തിന്റെ ആയിരിക്കണേ. 400 ആരതായിരിക്കണം? ഭഗത്തിന്റെ ആയിരിക്കണ്ടേ? ഓക്കെ. അപ്പം ഭഗത്തിന് 400. അപ്പൊ 400 ഇൻറ്റു ഭഗത്തിന്റെ റീഇഷ്യൂ നടന്ന 4 കിട്ടുന്നുണ്ട്. ഓക്കെ. അപ്പൊ എത്ര കിട്ടും? 1600 ആണ് എന്ത് വരിക? ഭഗത്തിന്റെ കേസിൽ വരുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ 1600ഉം അതുപോലെ 1800 അങ്ങനെ ടോട്ടൽ റീഇഷ്യൂ നടന്നപ്പോൾ നമുക്ക് കിട്ടിയ ലാഭം എത്ര? ബാക്കിയുള്ള ലാഭം എത്ര? 3400. അതാണ് നമ്മൾ എവിടത്തേക്ക് മാറ്റേണ്ടത്? ക്യാപിറ്റൽ റിസർവിലേക്ക് മാറ്റേണ്ടത്. ഓക്കെ അല്ലേ? അപ്പം ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ടിൽ നിന്ന് റീഇഷ്യൂ നടന്നതിന്റെ മാത്രം ലാഭം നോക്കുകയാണെങ്കിൽ എത്രയേ ഉള്ളൂ? 3500 ഉള്ളൂ. അത് നമ്മൾ എവിടത്തേക്ക് മാറ്റാം? ക്യാപിറ്റൽ റിസർവിലേക്ക് മാറ്റാം. അപ്പം ഫോർഫീച്ചർ അക്കൗണ്ടിൽ ഇനിയും എന്തുണ്ടാവും? അവിടെ ബാക്കി ഉണ്ടാവും. ആ ബാക്കിയുള്ള ഫിഗർ എന്ന് പറയുന്നത് ആരതായിരിക്കണം? മറ്റുള്ള ഇനിയും റീഇഷ്യൂ നടക്കാത്ത ഷെയർസ് ഉണ്ടല്ലോ, അവരെ ഇനിയും റീഇഷ്യൂ നടക്കാത്ത നെപ്പോളിയന്റെ ഇനിയും റീഇഷ്യൂ നടക്കാത്ത എത്ര ഷെയർസ് ഉണ്ട്? നെപ്പോളിയന്റെ 600 നടന്നിട്ടുള്ളൂ. അവിടെ ഇനിയും 150 ഷെയർസ് എന്തുണ്ട്? ബാലൻസ് ഉണ്ട് നെപ്പോളിയന്റെ കേസിൽ. ഓക്കെ. നെപ്പോളിയന്റെ കേസിൽ 150 ഷെയർസ് ഇനിയും റീഇഷ്യൂ നടന്നിട്ടില്ല. ഓക്കെ. ഭഗത്തിന്റെ കേസിൽ 400 ഇപ്പം നടന്നിട്ടുള്ളൂ. ഓക്കെ. ടോട്ടൽ 1000 ഉണ്ടായിരുന്നു അല്ലെ? 600 ഷെയർസ് ഇപ്പോഴും ആരെടുത്ത് ബാക്കിയുണ്ട്. ഓക്കെ. അപ്പം ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് ഷെയർസിന്റെ ലാഭം എവിടെ തന്നെ ഉണ്ടാവും? ഫോർഫീച്ചർ അക്കൗണ്ടിൽ തന്നെ ഉണ്ടാവും. അത് എവിടത്തേക്ക് മാറ്റണ്ട? ക്യാപിറ്റൽ റിസർവിലേക്ക് മാറ്റണ്ട. ഓക്കെ അല്ലേ? ഇതാണ് എന്ത്? 4ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ?